നമ്മൾ എയർ കണ്ടീഷൻ ചെയ്യുന്നുണ്ട്. എല്ലാം എയർ കണ്ടീഷൻ ഒരുപോലെ അല്ല, എയർ കണ്ടീഷൻ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഈ അസുഖങ്ങളൊക്കെ ഉള്ള ഹോസ്പിറ്റലിൽ സാധാരണ എന്ത് ചെയ്യും, നമ്മൾ റിട്ടേണർ ഉപയോഗിക്കും. എന്നിട്ട് അതിൻ്റെ കൂടെ ഫ്രഷ് എയർ എടുത്തിട്ട് നമ്മൾ വീണ്ടും സർക്കുലേറ്റ് ചെയ്യും. അപ്പം നമുക്ക് ഈ 20% മിനിമം നമുക്ക് വേണമെന്ന് പറഞ്ഞു. ആ 20% അത്രയും എനർജി മതി. അത് ഔട്ട്സൈഡ് എയർ, ഔട്ട്സൈഡിൽ ഇപ്പം 35 ഡിഗ്രി ആണെങ്കിൽ Hi, good morning. Today we have an exciting interview lined up for you. So, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സന്തോഷ് സാർ ആണ്. MEP ഫീൽഡിൽ തന്നെ 34 years പ്ലസ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. സോ നമുക്ക് സാറിന്റെ അടുത്ത് നിന്ന് MEP റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തെടുക്കാവുന്നതാണ്. സോ ബേസിക്കലി സാർ, നമ്മൾക്കൊക്കെ ഒരു പ്ലംബിംഗ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ബിൽഡിംഗിൽ ഒരു പ്ലംബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കുള്ള ഒരു അറിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാന് ലൈറ്റ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള കുറച്ച് വയറിംഗ് സിസ്റ്റം എന്നൊക്കെയാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഒരു ബിൽഡിംഗിൽ എന്തൊക്കെയാണ് പ്ലംബിങ്ങിന്റെ ഇമ്പോർട്ടൻസ്? ഹായ്, നമസ്കാരം. പ്ലംബിങ്ങിന്റെ ബേസിക് ആയിട്ട് നമ്മളൊരു ബിൽഡിങ്ങിന്റെ പറയുകയാണെങ്കിൽ അതിനകത്ത് ഈ പ്ലംബിംഗ് ഉണ്ട്, പിന്നെ ഇലക്ട്രിക്കൽ വർക്ക്സ് ഉണ്ട്, എയർ കണ്ടീഷൻ വർക്ക് ഉണ്ട്. അപ്പൊ പ്ലംബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക്കൽ വർക്ക്സ് അല്ലെങ്കിൽ എയർ കണ്ടീഷൻ വർക്ക് അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. ഞാൻ ഒരു ബിൽഡിംഗ് പറയുകയാണെങ്കിൽ അതിനകത്ത് ഈ MEP വർക്ക്സ് എന്ന് പറയും. അത് ബിൽഡിംഗ് മാത്രം പോരാ, അത് നമുക്ക് വാസയോഗ്യമാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ബിൽഡിംഗ് എപ്പാർട്ട് ബിൽഡിങ് അതിനകത്ത് ലൈറ്റ് വേണം, അതിനകത്ത് വെള്ളം വേണം, അതിനകത്ത് അതിന്റെ ടെമ്പറേച്ചർ അതിനകത്ത് നമ്മൾ അക്കോമഡേറ്റ് ചെയ്യാനാണെങ്കിൽ അത് പ്രോപ്പറായിട്ടുള്ള ടെമ്പറേച്ചർ ഒക്കെ ആയിരിക്കണം. അപ്പൊ പ്ലംബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റഡ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതിനകത്ത് കുടിക്കാനുള്ള വെള്ളം വേണം, പിന്നെ നമുക്ക് സാനിറ്റേഷൻ അങ്ങനെ ഉള്ളത് വേണം. പിന്നെ പ്ലംബിംഗ് ബേസിക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് 3 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് കുടിക്കുന്നത്, അത് ഒരു വെള്ളം കുടിക്കുന്നത്. രണ്ടാമത് നമ്മൾ സാനിറ്റേഷൻ എന്ന് പറയും, അത് നമ്മൾ ടോയ്ലറ്റ് നമ്മുടെ പ്രാഥമിക ആവശ്യത്തിന് വേണ്ടിയുള്ളത്. അത് ബേസിക്കലി വേസ്റ്റ് വാട്ടർ അല്ലെങ്കിൽ സിവറേജ് പറയും. പിന്നെ മൂന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലാതെ തന്നെ വേറെ റെയിൻ വാട്ടർ, അതായത് ഒരു മൂന്നാമത് റെയിൻ വാട്ടർ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഡിസ്പോസ് ചെയ്യണം. കാരണം ആ ബിൽഡിങ്ങിന്റെ സറൗണ്ടിങ്ങിൽ വെള്ളം അക്യുമുലേറ്റ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റുമോ, ഡ്രെയിനേജ് സിസ്റ്റം പ്രോപ്പർ അല്ലെങ്കിൽ പ്രശ്നം വരും. അപ്പൊ ഇതെല്ലാം നമ്മളൊരു ബിൽഡിംഗ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഇതെല്ലാം കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. പ്ലംബിംഗ് ബേസിക്കലി വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വെള്ളം നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോർട്ടബിൾ വാട്ടർ എന്ന് പറയാം, അതായത് കുടിക്കുന്നതിന് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് വെളിയിൽ നിന്ന് വന്നിട്ട് ഒരു വാട്ടർ സ്റ്റോറേജ് ടാങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. പിന്നെ അവിടുന്ന് നമുക്ക് കിച്ചൺ അല്ലെങ്കിൽ അതുപോലെ എവിടെ യൂസേജ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടു കൊടുക്കേണ്ടിയിരിക്കും. അതിനെ നമ്മൾ പൈപ്പ് ചെയ്തിട്ട് കിച്ചണിൽ അല്ലെങ്കിൽ ഏത് ഏരിയ ആണെന്ന് വെച്ച് അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ അതിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാൽസും ഫിക്സും എല്ലാം വേണം. അപ്പം ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്ലംബിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാട്ടർ ടാങ്ക് കാണും, പിന്നെ പൈപ്പിംഗ് കാണും, പിന്നെ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി വാൽസ് കാണും. ഇതാ പോർട്ടബിൾ വാട്ടർ. ഓക്കെ സർ, താങ്ക് യു. ഗ്രേറ്റ് ടു ഹിയർ ദാറ്റ്. ഇനി നമ്മൾ ഒരു ബിൽഡിംഗ് എടുക്കുകയാണെങ്കിൽ അവിടെ വാട്ടറിന്റെ ഡിസ്പോസൽ പ്ലാന്റ് ഉണ്ടാവും, അതുപോലെ വേസ്റ്റ് ഡിസ്പോസലിന്റെ ഉണ്ടാവും, വാട്ടർ ഡിസ്ട്രിബ്യൂഷന്റെ പ്ലാന്റ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതിലേക്കൊക്കെ ഒരു പ്ലംബിങ്ങിന്റെ ഒരു വിശദീകരണമായിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാനുണ്ടാവുക? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് വെള്ളം കുടിക്കാൻ വെള്ളം വേണം. ഒരു ബിൽഡിംഗ് ഉണ്ട്, കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആകട്ടെ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആകട്ടെ, ഏത് ബിൽഡിംഗ് ആണെങ്കിലും നമുക്കിപ്പം കുടിക്കാനുള്ള വെള്ളമുണ്ട്. പിന്നെ പ്രാഥമികമായിട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റി വേണം. അപ്പൊ ഈ ടോയ്ലറ്റ് ഫെസിലിറ്റി സാധാരണ ഈ പോർട്ടബിൾ വാട്ടറിൽ നിന്ന് അത് ബിൽഡിങ്ങിന്റെ അതിന്റെ വലിപ്പം അല്ലെങ്കിൽ അതിന്റെ യൂസേജ് ഒക്കെ അനുസരിച്ച് സാധാരണ നമ്മൾ പോർട്ടബിൾ വാട്ടർ തന്നെ, ചെറിയതൊക്കെ ആണെങ്കിൽ പോർട്ടബിൾ വാട്ടർ തന്നെ നമ്മൾ അതിനകത്ത് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ സാനിറ്ററി അല്ലെങ്കിൽ അതുപോലെ വേറെ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്നു. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കൊമേഴ്സ്യൽ ബിൽഡിങ്ങിലാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പോർട്ടബിൾ വാട്ടർ എന്ന് പറഞ്ഞാൽ അത് ട്രീറ്റഡ് വാട്ടറാണ്. അത് ഒരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ വേറെ എവിടെ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന അത് ട്രീറ്റ് ചെയ്തിട്ടുള്ള വാട്ടറാണ്. ഈ വെള്ളം നമുക്ക് പ്രോപ്പറായിട്ട് ഈ സാനിറ്റേഷന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയും ട്രീറ്റ് ചെയ്ത വെള്ളത്തിന്റെ അത്രയും നമുക്ക് കോസ്റ്റ് കൂടുതലാകും. അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ സാനിറ്റേഷന് നമ്മൾ സെപ്പറേറ്റ് ലൈൻ വന്നിട്ട് ഈ സാനിറ്റേഷൻ പർപ്പസിന് നമ്മൾ ഈ വെള്ളം ഉപയോഗിക്കുന്നു. പോർട്ടബിൾ വാട്ടറിന് നമ്മൾ
പോർട്ടബിൾ വാട്ടർ സെപ്പറേറ്റ് വയ്ക്കുന്നു. പിന്നെ ഈ ഇതല്ലാതെ റെയിൻ വാട്ടർ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ അത് റെയിൻ വാട്ടർ ഒക്കെ നമ്മൾ ഡിസ്പോസ് മാത്രം ചെയ്താൽ മതി. നമ്മളത് ഡ്രെയിനേജ് വരുന്നുണ്ട് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് മാത്രം ചെയ്താൽ മതി. ഈ 3 പറഞ്ഞിട്ടുണ്ട്. പോർട്ടബിൾ ഉണ്ട്, സിവറേജ് ഉണ്ട്, റെയിൻ വാട്ടർ ഉണ്ട്. അതാ ബേസിക് ആയിട്ടുള്ള പ്ലംബിംഗ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ വെള്ളം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, കൊമേഴ്സ്യൽ ആപ്ലിക്കേഷന്റെ അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ പോർട്ടബിൾ വാട്ടറിൽ നിന്ന് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ സാനിറ്ററി ഫിറ്റിംഗ്സിന് സെപ്പറേറ്റ് കൊണ്ടിരിക്കും. ഓരോ പ്രോജക്റ്റിന്റെ അതിന്റെ വലിപ്പം അനുസരിച്ച് അതിന്റെ ഡിസൈൻ, ഇപ്പൊ കൺസൾട്ടന്റോ അല്ലെ ആർക്കിടെക്ടറോ ഡിസൈൻ ചെയ്യുന്നതിനനുസരിച്ച് ഹൈറൈസ് ബിൽഡിങ്ങിനാണെങ്കിൽ നമുക്കിപ്പം ഫ്ലാറ്റ് തന്നെ, ഉദാഹരണത്തിന് നമുക്ക് ഫ്ലാറ്റ് നോക്കാം. ഫ്ലാറ്റിനകത്താണെങ്കിൽ ചില ഫ്ലാറ്റിൽ മുനിസിപ്പൽ വാട്ടറിൽ തന്നെ വരുന്ന വെള്ളമായിരിക്കും. അത് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നത് പോർട്ടബിൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ അതിന്നിട്ട് നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് അത് ട്രീറ്റ് ചെയ്തിട്ട് RO പ്ലാന്റ് ചില ഫെസിലിറ്റി ഒക്കെ ഉണ്ട്, റിവേഴ്സ് ഓസ്മോസിസ് ട്രീറ്റ് ചെയ്തിട്ട് അത് ഉപയോഗിക്കുന്നു. പിന്നെ വേറൊരു ടാങ്കിൽ ഈ ട്രീറ്റ് ചെയ്യാത്ത വാട്ടർ ടാങ്ക് വെള്ളം വാട്ടർ ടാങ്ക് സ്റ്റോർ ചെയ്തിട്ട് അത് നമ്മൾ വാഷിംഗ് പർപ്പസിനും അല്ലെങ്കിൽ ചെടി നനയ്ക്കാൻ അല്ലെങ്കിൽ വേറെ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കാം. റെയിൻ വാട്ടറിനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് റെയിൻ വാട്ടറിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പയർഡ് ടു മറ്റേ വെള്ളമായിട്ട് അത്ര കണ്ടാമിനേറ്റ് ആയി. അപ്പം ഈ വാട്ടർ നമുക്ക് പൊതുവെ സാനിറ്ററി സിവറേജും റെയിൻ വാട്ടറും ബിൽഡിങ്ങിനകത്ത് വെച്ച് അത് ലിങ്ക് ഇത് ചെയ്യത്തില്ല, മിക്സ് ചെയ്യത്തില്ല. വെളിയിൽ വന്നിട്ട് ചിലപ്പം അത് സിസ്റ്റത്തിന്റെ അനുസരിച്ചിരിക്കും. ചിലപ്പോൾ അത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് സിവറേജ് നെറ്റ്വർക്ക് മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ ആ പ്രദേശത്തെ എങ്ങനെയാണെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ സിവറേജ് ചില കേസിലാണെങ്കിൽ നമ്മുടെ സബർബൻ അല്ലെങ്കിൽ റൂറൽ ഏരിയ ഒക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെപ്പറേറ്റ് സെപ്റ്റിക് ടാങ്ക് പണിഞ്ഞിട്ട് അതിനകത്തിൽ നമ്മൾ കളക്ട് ചെയ്തിട്ട് പിന്നെ അവനകത്ത് നിന്ന് ഡിസ്പോസ് ചെയ്തായിരിക്കും. ഈ മുനിസിപ്പാലിറ്റിക്കാർ വന്നോ അല്ലെങ്കിൽ അതുപോലെ ടാങ്കർ വന്നോ ഡിസ്പോസ് ചെയ്യും. റെയിൻ വാട്ടർ പൊതുവെ നമ്മൾ ചെറിയ ബിൽഡിങ്ങിലൊക്കെ ആണെങ്കിൽ അവിടെ തന്നെ ഡിസ്പോസ് ചെയ്തിട്ട് അത് അണ്ടർഗ്രൗണ്ട് വാട്ടറിൽ പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ സർ, നമുക്കതൊരു ഗ്രേറ്റ് ഇൻഫോർമേഷൻ ആയിരുന്നു. നമ്മൾ കേൾക്കുന്ന സമയത്ത് വളരെ സിമ്പിൾ ആണെന്ന് പറയുന്ന കാര്യങ്ങൾ ഇത്രത്തോളം എക്സ്പ്ലനേഷൻ ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പൈപ്പിംഗ് നെറ്റ്വർക്ക്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു റെസിഡൻഷ്യൽ എടുക്കുകയാണെങ്കിൽ അപ്പം ആ ഒരു കമ്പോണൻസ് എന്തൊക്കെയാണ്, ആ ഒരു പൈപ്പിംഗ് നെറ്റ്വർക്സിലെ കമ്പോണൻസ് എന്തൊക്കെയാണ് നമുക്ക് റെസിഡൻഷ്യൽ പൈപ്പിംഗ് നെറ്റ്വർക്സിൽ? നമ്മൾ ഈ പൈപ്പിംഗ് നെറ്റ്വർക്ക് ബേസിക്കലി നമ്മൾ ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ബേസിക്കലി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ അതിന്റെ മെയിൻ ആയിട്ട് വരും. ഈ ഇൻഫ്രാസ്ട്രക്ചർ വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓരോ കോറിഡോർ ഉണ്ടായിരിക്കും. അതായത് റെയിൻ വാട്ടർ ഡ്രെയിനേജ് പോകാനുള്ള കോറിഡോർ, ട്രീറ്റഡ് വാട്ടർ, ചിലപ്പോൾ ട്രീറ്റഡ് എഫ്ലുവൻ്റ് ഉണ്ട് ഈ സുവേജ് വാട്ടർ പോകാനുള്ളത്, പിന്നെ പോർട്ടബിൾ വാട്ടറിനുള്ള നെറ്റ്വർക്ക് ഉണ്ടാവും. ഒരു പ്രിലിമിനറി ആയിട്ട് നമ്മൾ ഇത് ബേസിക് ഞാൻ കാര്യം പറയുന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം സെപ്പറേറ്റ് കോറിഡോർ ഉണ്ടായിരിക്കും, മനസ്സിലായില്ലേ? എന്നിട്ട് അപ്പൊ പ്ലംബിങ്ങിന്റെ പൈപ്പ്, അതായത് പോർട്ടബിൾ വാട്ടറിന് സെപ്പറേറ്റ് കോറിഡോർ ഉണ്ട്. അവിടെ എന്നിട്ട് ഓരോ ബിൽഡിങ് അല്ലെങ്കിൽ ഓരോ റിക്വയർമെന്റ് അനുസരിച്ച് അവിടുന്ന് നമ്മൾ ടാപ്പ് ചെയ്യും. അതാ സിറ്റി നമ്മൾ ഈ ഡിസൈൻ ചെയ്യുന്ന പ്രാഥമികമായിട്ട് ഈ കൺസൾട്ടന്റ് ആർക്കിടെക്ട് അവർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ റെസിഡൻഷ്യൽ എടുക്കുകയാണെങ്കിൽ റെസിഡൻഷ്യലിന്റെ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ പോർട്ടബിൾ വാട്ടർ കാണും, ഇത് ട്രീറ്റഡ് ചെയ്തതായിരിക്കും. പൊതുവേ നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടും. നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് കിണറുകൾ കാണും, അതിനകത്തിൽ നമ്മൾ പമ്പ് ചെയ്ത് വാട്ടർ സ്റ്റോറേജ് ടാങ്ക് കാണും. ഈ വാട്ടർ സ്റ്റോറേജ് ടാങ്കിൽ നമ്മൾ പിന്നെ അത് ഗ്രൗണ്ട് ലെവലായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ നമ്മുടെ സ്ഥലത്തിന്റെ പരിമിതി നമ്മൾ ചെയ്യും. വലിയ കൊമേഴ്സ്യൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോർട്ടബിൾ വാട്ടറിന്റെ റിക്വയർമെന്റ് എങ്ങനെയാന്ന് വെച്ചാൽ അതിനകത്ത് എത്ര യൂസേജ് ഉണ്ട്, അത് മെയിൻ ആയിട്ടുള്ള ഒരു പാരാമീറ്റർ. നമുക്കൊരു ഫ്ലാറ്റോ മറ്റോ പണിയാണ് അതിനകത്ത് ലിമിറ്റഡ് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ കൊമേഴ്സ്യലകത്ത് അങ്ങനല്ല. കൊമേഴ്സ്യൽ ഇപ്പൊ നമ്മൾ ഒരു ഡേറ്റാ സെന്റർ അല്ലെങ്കിൽ ഒരു അക്ഷയ സെന്റർ, അതുപോലെ ഹോസ്പിറ്റൽ, അതുപോലത്തെ ഏരിയയിൽ ആൾക്കാരുടെ മൂവ്മെന്റ് വേരി ചെയ്തിരിക്കും, ചിലപ്പം വ്യത്യാസപ്പെട്ടിരിക്കും. അല്ലെങ്കിൽ ഹോസ്റ്റൽ അതുപോലെ അങ്ങനത്തെ ഒക്കെ ഉള്ള ഏരിയയിലാവുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു മിനിമം ഇത്ര ആളുണ്ടെങ്കിൽ ഒരാൾക്ക് ഇപ്പൊ 20 ലിറ്റേഴ്സ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ഒരു LPCD ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ എന്നുള്ള ഒരാൾക്ക് എത്ര ഉണ്ടാകും. ഈ സിറ്റിയിലൊക്കെ ആണെങ്കിൽ അത്
150 ആയിരിക്കും. മറ്റേ റൂറൽ ഏരിയ ഒക്കെ ഒരു 50, 35, 50 ആ ഏരിയയിലായിരിക്കും. അത്രയും ഒരാൾക്ക് കൺസിഡർ ചെയ്യണം. അപ്പോഴ് എത്ര ഒക്യുപ്പൻസി ഉണ്ടോ ആളിന്റെ അനുസരിച്ച് അത്രയും നമുക്ക് സ്റ്റോറേജ് ടാങ്കിന്റെ കപ്പാസിറ്റി വേണം. ഞാൻ പോർട്ടബിൾ വാട്ടറിന്റെ കാര്യം പിന്നെ യൂസേജിന്റെ കാര്യം. ഈ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനകത്ത് നമുക്ക് അറിയാൻ പറ്റും എത്ര ഇതുണ്ട്. പക്ഷെ കൊമേഴ്സ്യലിനകത്ത് അങ്ങനല്ല, അത് വേരി ചെയ്തിരിക്കും. അതുകൊണ്ട് റെസിഡൻഷ്യൽ കമ്പയർഡ് ടു കൊമേഴ്സ്യൽ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനകത്ത് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആണെങ്കിലും അത് ചിലപ്പം അണ്ടർഗ്രൗണ്ട് അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിലായിരിക്കും സാധാരണ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടുന്ന് ഈ ടാങ്കിൽ നിന്ന് ഒരു ട്രാൻസ്ഫർ പമ്പ് ബേസിക്കലി കാണും. ഈ ട്രാൻസ്ഫർ പമ്പ് റൂഫ് ടോപ്പ് അല്ലെങ്കിൽ ഹയസ്റ്റ് ലെവൽ, ആ ബിൽഡിങ്ങിന്റെ ഹയസ്റ്റ് ലെവലിൽ എവിടെ സ്യൂട്ടബിൾ ആണ് അവിടെ നമ്മൾ ഒരു സ്റ്റോറേജ് ടാങ്ക് ആണ് റൂഫ് ടോപ്പ് ടാങ്ക് അല്ലെങ്കിൽ ഇതൊക്കെ ഹയസ്റ്റ് ലെവലുള്ള അവിടെ ഈ സ്റ്റോറേജ് അണ്ടർഗ്രൗണ്ട് ടാങ്കിൽ നിന്ന് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു ട്രാൻസ്ഫർ പമ്പ്, ഈ വെള്ളം ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ട്രാൻസ്ഫർ പമ്പ് എന്ന്. ഈ ട്രാൻസ്ഫർ പമ്പ് ചെയ്ത് ഈ റൂഫ് ടാങ്കിലോട്ട് നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നിന്നും നമുക്ക് പ്രീ ഡിസ്ചാർജ്, അതായത് ഗ്രാവിറ്റി ഫീഡായിട്ട് നമ്മൾ വെള്ളം റൂഫ് ടോപ്പിൽ നിന്ന് താഴോട്ട് വരുന്നുണ്ട്. ഓരോ ഫ്ലോറിൽ ഇപ്പം ഹൈറൈസ് ബിൽഡിംഗ് 4 ഫ്ലോറോ 5 ഫ്ലോറോ, ഞാൻ എക്സാമ്പിൾ ഫ്ലാറ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ 10 ഫ്ലോറോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ മേളത്തെ ഫ്ലോറിൽ നിന്ന് താഴോട്ട് വരുന്നുണ്ട്. ഓരോ ഫ്ലോറിലേക്കും ഈ താഴോട്ട് വരുന്ന പൈപ്പിൽ നിന്ന് നമ്മൾ ബ്രാഞ്ച് എടുത്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അത് പോർട്ടബിൾ വാട്ടർ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട്. പിന്നെ ചില കൊമേഴ്സ്യൽ ആപ്ലിക്കേഷനും ഇതുപോലെ തന്നെയാണ്. കാരണം നമ്മൾ മേളിൽ ഒരു ടാങ്ക് വെക്കും, താഴെയാണെങ്കിൽ നമ്മൾ ഗ്രൗണ്ട് വാട്ടർ ടാങ്ക് കാണും. പിന്നെ നമ്മുടെ യൂസേജ് അനുസരിച്ച് ഈ ട്രാൻസ്ഫർ പമ്പിന് സിഗ്നൽ കിട്ടും എപ്പോഴും അവിടെ മേളത്തെ ടാങ്കിന്റെ ലെവൽ കുറയുകയോ കൂടുകയോ എത്ര ആണെന്നുള്ളത്. അതിന്റെ അനുസരിച്ച് ഈ പമ്പ് താഴെ അണ്ടർഗ്രൗണ്ട് വാട്ടർ സ്റ്റോറേജ് ടാങ്കിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് റൂഫ് ടാങ്കിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. അത് റിക്വയർമെന്റ് അനുസരിച്ച്, യൂസേജ് അനുസരിച്ച്, ചിലപ്പോൾ ഹോസ്റ്റലോ അല്ലെങ്കിൽ അതുപോലത്തെ ഏരിയയിലൊക്കെ ആണെങ്കിൽ രാവിലെ കൺസംഷൻ കൂടുതലായിരിക്കും. ചിലപ്പം ഹോസ്പിറ്റല് അല്ലെങ്കിൽ ആ വർക്കിംഗ് ടൈമിലൊക്കെ ചിലപ്പോൾ അത് വേരി ചെയ്തിരിക്കുന്നത്. അപ്പം ഈ റൂഫ് ടോപ്പിലുള്ള വാട്ടർ ടാങ്കിൽ അതിന്റെ വെള്ളം അവര് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഒരു ലോവൽ ലെവൽ കാണും, പിന്നെ അപ്പർ ലെവൽ. ആ ലെവലിൽ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രാൻസ്ഫർ പമ്പ് ഓഫ് ചെയ്യും. അതിന്റെ സിഗ്നൽ കിട്ടും അവിടുന്ന്. സെയിം അതിന്റെ ലെവൽ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ പമ്പ് ഓൺ ആയി എപ്പോഴും ആ ടാങ്കിൽ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ചില റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഇപ്പോൾ 2 ഫ്ലോറേ ഉള്ളൂ അല്ലെങ്കിൽ 1 ഫ്ലോറേ ഒക്കെ ഉള്ള ഈ റൂഫ് ടാങ്ക് അത്ര പ്രായോഗികമല്ല. അപ്പോഴെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചിലപ്പം എക്കണോമിക്കൽ അല്ല, ബേസിക്കലി അങ്ങനെ പറയാം. അപ്പോഴെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് ഫ്ലോർ ടാങ്കിൽ നിന്ന് തന്നെ നമ്മളൊരു ബൂസ്റ്റർ പമ്പ് കൊടുക്കും. ഈ ബൂസ്റ്റർ പമ്പ് ആ സിസ്റ്റത്തിനകത്ത് എത്ര ഫ്ലോർ ഉണ്ടോ ആ സിസ്റ്റത്തിനകത്ത് ഇപ്പം 2 ബാർ അല്ലെങ്കിൽ 3 ബാർ എത്ര പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട അനുസരിച്ച് അവര് അത് സെറ്റ് ചെയ്ത്. അങ്ങനെ ആവുന്നുണ്ട് എവിടെയെങ്കിലും ഇപ്പം ഓരോ ഫ്ലാറ്റോ അല്ലെങ്കിൽ അടുത്ത 2 എണ്ണം കൂടെ ഒരുമിച്ച് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ സിസ്റ്റത്തിനകത്ത് പ്രഷർ കുറയുന്നത് അതിന്റെ അനുസരിച്ച് ഈ പമ്പ് ബൂസ്റ്റർ പമ്പ് ഓണായി ആ ഏരിയയിൽ അല്ലെങ്കിൽ ആ ഫ്ലാറ്റിൽ അത് എത്ര പ്രഷർ നമ്മൾ സെറ്റ് ചെയ്ത് വേണ്ടതെന്ന് വെച്ചാൽ അത് സെർവ് ചെയ്തു. അപ്പോൾ ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇച്ചിരി സിമ്പിൾ ആയിരിക്കും. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടെ കൺസിഡർ ചെയ്യണം. ഇങ്ങനത്തെ സിസ്റ്റം ഉപയോഗിക്കുന്ന ഒരു എക്സ്പാൻഷൻ ടാങ്ക് കൂടെ നമ്മൾ ഉപയോഗിക്കണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പമ്പ് ചെറിയ ലൂപ്പ് ആയതുകൊണ്ട് പമ്പ് എപ്പോഴും ട്രിഗർ ചെയ്യും. അത് ഫണ്ടിങ് എന്ന് പറയുന്നത് ഓൺ ഓഫ് ആകും. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു എക്സ്പാൻഷൻ ടാങ്ക് വേണം. ആ എക്സ്പാൻഷൻ ടാങ്കിന് മിനിമം പ്രഷർ സെറ്റ് ചെയ്ത് മാക്സിമം സെറ്റ് ചെയ്യുന്നതിന്റെ അനുസരിച്ച് അതിനകത്ത് ബിൽഡ് ചെയ്ത് കുഷനിങ് എഫക്ട് പോലെ അത് ആക്ട് ചെയ്യും. ഓക്കെ സർ. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെ റെസിഡൻഷ്യൽ പ്ലംബിംഗ് സിസ്റ്റത്തിലെ കമ്പോണൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കമ്പോണൻസ് ആണ് അതിൽ വരുന്നത് റെസിഡൻഷ്യൽ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. റെസിഡൻഷ്യൽ ഏരിയ പ്ലംബിംഗ് ഏരിയക്കകത്ത് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനകത്ത് പ്ലംബിങ്ങിന്റെ മെയിനായിട്ട് വരുന്നത് നമുക്കൊരു വാട്ടർ സ്റ്റോറേജ് ടാങ്ക് വേണം. കാരണം വെള്ളം കിട്ടുന്നത് അത് എത്ര ഉപയോഗിക്കുന്നു ആ വെള്ളത്തിന്റെ അനുസരിച്ച് ഒരു വാട്ടർ സ്റ്റോറേജ് ടാങ്ക് വേണം. അത് നമ്മൾ പറഞ്ഞു. ഈ വാട്ടർ സ്റ്റോറേജ് ടാങ്കിന്റെ കപ്പാസിറ്റി ഡിസൈഡ് ചെയ്യുന്നത്
ആ ബിൽഡിംഗ് ഏത് പർപ്പസിന് ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ അനുസരിച്ച്. കൊമേഴ്സ്യലാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വേരി ചെയ്തിരിക്കും. പക്ഷെ റെസിഡൻഷ്യല് പൊതുവെ നമുക്ക് അറിയാൻ പറ്റും. കാരണം എത്രയെന്ന് വെച്ചാൽ അതിൽ ലിമിറ്റഡ് ഉണ്ട്. ഇപ്പം ഒരാൾക്ക് ഇപ്പം ഈ 20 ഒരു സിറ്റിക്കകത്ത് ഒരു സിറ്റിയിലെ ആണെങ്കിൽ 150 LPCD വേണമെങ്കിൽ ഒരാൾക്ക് 150, അല്ലെങ്കിൽ ആവറേജ് 135 ആണെങ്കിൽ അതിന്റെ അനുസരിച്ച് മിനിമം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും എത്ര വേണമെന്നുള്ളത്. ഒരു 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 റെസിഡൻഷ്യൽ ആവുമ്പോൾ നമുക്ക് ചിലപ്പം വെള്ളം ഇതിനകത്ത് കിട്ടുന്നത് ചിലപ്പം ഒരു ദിവസം താമസിക്കാം, അല്ലെങ്കിൽ 2 ദിവസം താമസിക്കാം. പൊതുവെ ഒരു 3 ദിവസത്തെ സ്റ്റോറേജ് കപ്പാസിറ്റി, 3 ദിവസം ആ വെള്ളം കിട്ടിയില്ലെങ്കിലും അവിടെ ഉപയോഗിക്കാനുള്ള വെള്ളം പൊതുവെ ആ അണ്ടർഗ്രൗണ്ട് ടാങ്കിൽ വേണം. അതാണ് നമ്മുടെ റിക്വയർമെന്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് വെള്ളം ആൾറെഡി വാട്ടർ സ്റ്റോറേജ് ടാങ്കിൽ കളക്ട് ചെയ്യും. അത് അണ്ടർഗ്രൗണ്ടിലാവാം, അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിലാവാം. അണ്ടർഗ്രൗണ്ടിലായി കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് സ്പേസ് സേവ് ചെയ്യാം. പൊതുവെ ഫ്ലാറ്റിലൊക്കെ കാണുന്നത് അണ്ടർഗ്രൗണ്ട് ആയിരിക്കും. ചില കേസിൽ നമ്മൾ ഗ്രൗണ്ട് ലെവലിലും കാണും. കാരണം അതിന്റെ ആ പ്രോജക്റ്റിന്റെ പാരാമീറ്റർ അനുസരിച്ച്. പിന്നെ ഈ വാട്ടർ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടൈപ്പിലുണ്ടാക്കാം. HDP ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം വേറെ പാനൽ ടൈപ്പുള്ള ടാങ്കുകളുണ്ട്, സെക്ഷണൽ ടാങ്കുകളുണ്ട്. അതെന്ന് പറഞ്ഞാൽ GI ഉണ്ട്, അല്ലെങ്കിൽ HDP അങ്ങനത്തെ ലൈൻഡ് ടൈപ്പ് പാനലുണ്ട്. അത് വലിപ്പം അനുസരിച്ച് സാധാരണ ചെറിയ 2000, 3000 ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ 10,000 ഒക്കെ ആണെങ്കിൽ അത് മോൾഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കറുത്ത ടാങ്ക്, അത് HDP ഹൈ ഡെൻസിറ്റി പോളിയതിന് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ടാങ്കാണ്. അത് മോൾഡ് ടാങ്ക് എന്ന് പറയും. വലിയ ടാങ്ക് ആണെങ്കിൽ അതിനകത്തിൽ ഓരോ കപ്പാസിറ്റി അനുസരിച്ച് ഓരോ പാനലുണ്ട്. അത് 1 മീറ്റർ ബൈ 1 മീറ്റർ. അപ്പൊ അതിന്റെ അനുസരിച്ച് നമുക്ക് എത്ര ബിഗ് വോളിയം അല്ലെങ്കിൽ എത്ര ലിറ്റേഴ്സിന്റെ കപ്പാസിറ്റി വേണമെന്നനുസരിച്ച് അതിന്റെ അനുസരിച്ച് നമുക്ക് പല സൈസിലുള്ള പാനലുകൾ കൂട്ടി പോയി കഴിഞ്ഞാൽ അത്രയും റിക്വയർമെന്റ് നമുക്ക് കിട്ടും. പിന്നെ അണ്ടർഗ്രൗണ്ട് ആണെങ്കിൽ നമ്മൾ പൊതുവെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ കോൺക്രീറ്റഡ് ഉള്ള ടാങ്ക് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതാണ് മറ്റേതുമായിട്ടൊക്കെ കമ്പയർ ചെയ്തുകൊണ്ട് ഏറ്റവും എക്കണോമിക്കലായിട്ടുള്ളത്. പക്ഷേ ഈ കോൺക്രീറ്റ് ടാങ്ക് ചെയ്യുന്നുണ്ട് അത് നമുക്ക് വാട്ടർ പ്രൂഫിംഗ് ഒക്കെ ചെയ്യണം. പിന്നെ അത് പിടിക്കാൻ ഉപയോഗിക്കുന്നതാണെങ്കിൽ അതിന് സെപ്പറേറ്റ് ലൈനിങ് കൊടുക്കണം. അങ്ങനെയുള്ള ഇതുണ്ട്. അപ്പൊ നമ്മൾ വാട്ടറിന്റെ കാര്യം പറഞ്ഞു, വെള്ളത്തിന്റെ റെസിഡൻഷ്യലിന്റെ പ്ലംബിങ്ങിന്റെ വാട്ടർ ടാങ്ക് ഒന്നാമത്തേത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഓരോ കിച്ചൺ ആണെങ്കിലും അല്ലെങ്കിൽ സാനിറ്ററി ആണെങ്കിലും അവിടെ നമുക്ക് റിക്വയർമെന്റ് വേണം. അന്നേരം എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പൈപ്പ്, അത് പൈപ്പില്ലാതെ പറ്റില്ല. അപ്പം ഇവിടുന്ന് പൈപ്പ് കൊടുക്കും. പൈപ്പ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ അണ്ടർഗ്രൗണ്ട് ടാങ്ക് അല്ലെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ടാങ്ക് ആണെങ്കിലും അപ്പർ ഫ്ലോറിലുള്ള ടാങ്ക് ആണെങ്കിലും അവിടുന്ന് കണക്ഷൻ കൊടുത്തിട്ട് നമ്മൾ ഓരോ ഫ്ലോറിലേക്ക് ടാപ്പിംഗ് ചെയ്ത് നമ്മൾ വെള്ളം എത്തിക്കും. ഇനി ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് വെള്ളം എത്തിച്ചു കഴിഞ്ഞാൽ അത് ഫ്ലോ നമുക്ക് ഓണും ഓഫും നോക്കണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാൽവ് കൊടുക്കും, അതായത് ഐസൊലേഷൻ വാൽവ് പറയും. പിന്നെ ഈ വാൽവ് വഴി നമുക്ക് പൊതുവെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ സുവറേജ് വരെ നമ്മളിപ്പം വിലറ്റിലാണെങ്കിൽ വെള്ളം അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രാഥമിക ആവശ്യം അല്ലെങ്കിൽ വേറെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കയ്യോ മുഖമോ ഒക്കെ കഴുകുന്നുണ്ട്, ആ വെള്ളമുണ്ട്, അത് നമ്മൾ ഡിസ്പോസ് ചെയ്യണം. കാരണം അത് നമുക്ക് പ്രോപ്പറായിട്ട് വരണം. അതിനെ എല്ലാം കളക്ട് ചെയ്തിട്ട് നമ്മൾ അത് സുവർ അല്ലെങ്കിൽ ഹോൾ വാട്ടർ സെപ്പറേറ്റ് കളക്ട് ചെയ്തിട്ട് അത് നമ്മൾ സെപ്പറേറ്റ് ഒരു ബിൽഡിങ്ങിന്റെ ഒന്നില് ടാങ്ക് കാണും, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഉള്ള ഏരിയയിലാണെങ്കിൽ ഇത് ഡയറക്റ്റ് മുനിസിപ്പാലിറ്റി നെറ്റ്വർക്ക് സിവറേജ് സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്യും. അങ്ങനെ അത് ഡിസ്പോസ് ചെയ്യാം. മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ പ്ലംബിങ്ങിന്റെ സ്ട്രോങ് വാട്ടർ ഉണ്ട്. ഈ സ്ട്രോങ് വാട്ടറിനകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൻ വാട്ടർ ആണ് ബേസിക് ആയിട്ട് വരുന്നത്. പിന്നെ അല്ലാതെ വേറെ റെയിൻ വാട്ടർ കുഴപ്പമില്ല, പക്ഷെ അല്ലാതെ ആ ഏരിയയിലുള്ള ഓയിലോ അല്ലെങ്കിൽ വേറെ എന്തെല്ലാം ഉണ്ടോ അതുകൂടെ അത് കളക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ റെയിൻ വാട്ടർ സാധാരണ ഒന്നിൽ നമുക്ക് ചില സ്ഥലത്ത് അത് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അത് ട്രീറ്റ് ചെയ്തിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചെടികൾ അല്ലെങ്കിൽ വേറെ ഇറിഗേഷൻ പർപ്പസ് അതൊക്കെ നമുക്ക് റിക്വയർമെന്റ് വെള്ളം വേണം. കൺസ്ട്രക്ഷന്റെ ഏരിയ കൺസ്ട്രക്ഷൻ സൈറ്റ് അവിടെ ഒക്കെ റിക്വയർമെന്റ് വേണം. അപ്പൊ ഈ വെള്ളം നമ്മൾ ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റോ അല്ലെങ്കിൽ അതുപോലെ ഉള്ള ഏരിയ ഡ്രെയിനേജ് വാട്ടർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു പ്ലംബിംഗ് സിസ്റ്റത്തിനകത്ത് വരുന്നുണ്ട് ഇത്രയാണ് മെയിൻ ആയിട്ടുള്ളത്. റെസിഡൻഷ്യലേക്കാണ്
കൊമേഴ്സ്യൽ ഏരിയ അനുസരിച്ച് നമുക്ക് ഈ ഡ്രെയിനേജിന്റെ അതല്ല സൂവറേജിന്റെ അല്ലെങ്കിൽ ഈ റെയിൻ വാട്ടർ അത് പല രീതിയിൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആയുള്ള വാട്ടറുണ്ട്. അതെല്ലാം സെപ്പറേറ്റ് ആയിരിക്കും, ഈ റെസിഡൻഷ്യൽ ഏരിയ പോലെ അല്ല. ഓക്കെ സർ, ഗ്രേറ്റ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗിൽ ഒരുപാട് വേസ്റ്റ് വാട്ടറിന്റെ സോഴ്സസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ റെസിഡൻഷ്യലി നമ്മൾ നോക്കുമ്പോൾ ഏതൊക്കെയാണ് ആ വേസ്റ്റ് വാട്ടർ സോഴ്സസ് വരുന്നത്? വേസ്റ്റ് വാട്ടർ പൊതുവെ നമ്മൾ പറഞ്ഞായിരുന്നു. വേസ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് ആയിട്ടുള്ള വാട്ടർ, അത് മെയിൻ ആയിട്ട് നമ്മൾ ടോയ്ലറ്റിലെ സാനിറ്ററി അല്ലെങ്കിൽ അതുപോലെ ഉള്ള അവിടെ നിന്നുള്ള ഔട്ട്ലെറ്റ് ആണ് നമ്മുടെ വെള്ളമാണ് സുവർ അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ നമ്മൾ മറ്റേ ഈ സോയിൽ വാട്ടർ, അതായത് നമ്മൾ റെയിൻ വാട്ടറോ അല്ലെങ്കിൽ വേറെ കൈ കഴുകുന്നതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്പോസ് ചെയ്യും. പക്ഷെ ഈ വേസ്റ്റ് വാട്ടർ നമുക്ക് അങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല, കാരണം അതിന് സ്മെല്ലുണ്ട്, വേസ്റ്റ് ഉണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് ഒരിടത്ത് അക്യൂമുലേറ്റ് ചെയ്യോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് കൊടുക്കാം. പിന്നെ ഈ വേസ്റ്റ് സുവറുണ്ട്, നമ്മൾ അല്ലാതെ സ്ട്രോങ് വാട്ടർ ഉണ്ട്. സ്ട്രോങ് വാട്ടർ രണ്ടിനെ നമുക്ക് വേസ്റ്റ് വാട്ടർ വേണമെന്ന് പറയാൻ പറ്റും. കാരണം രണ്ടും കൂടെ പിന്നെ അവസാനം നമ്മൾ കളക്ട് ചെയ്തിട്ട് ഒന്നിന് നെറ്റ്വർക്ക് കൊടുക്കും, അല്ലെങ്കിൽ സെപ്പറേറ്റ്. ഓക്കെ സർ, ഇനി നമുക്ക് കുറച്ച് HVAC റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മൾ HVAC സിസ്റ്റം, ഒരു ബിൽഡിങ്ങിലുള്ള ഏറ്റവും ബേസിക് ഫംഗ്ഷൻ എന്താണ് HVAC സിസ്റ്റത്തിന്റെ? ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് ഒരു ബിൽഡിങ്ങിനകത്ത് MEP വർക്ക്സ് എന്ന് പറഞ്ഞാൽ, അതായത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് വർക്ക്സ്. ഈ പ്ലംബിംഗ് വർക്ക്സ് നമ്മൾ ഇപ്പൊ അതിന്റെ പ്രാധാന്യം എന്താന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് HVAC വർക്ക്. കാരണം ഒരു ആൾക്കാർക്ക് അതിനകത്ത് വസിക്കണം എന്നുണ്ടെങ്കിൽ അയാളുടെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹ്യൂമൻ കംഫോർട്ട്, കംഫോർട്ട് ആയിരിക്കണം. ഇപ്പൊ വർക്ക് ചെയ്യുകയാണെങ്കിലും അവിടെ താമസിക്കണം എന്നുണ്ടെങ്കിൽ ഒക്കെ കംഫോർട്ട് ആയിരിക്കണം. അപ്പോഴെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നോർമൽ കേസിൽ നമുക്കിപ്പം ടെമ്പറേച്ചർ പൊതുവെ കേരളത്തിലൊന്നും അധികം വ്യത്യാസം പറ്റില്ല. പക്ഷെ മിഡിൽ ഈസ്റ്റ് അതുപോലെ ഉള്ള ഗൾഫ് കൺട്രി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നല്ല വ്യത്യാസം കാണും. രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഉള്ള ഉച്ചയ്ക്കുള്ള ടെമ്പറേച്ചറൊക്കെ കൂടുതലായിരിക്കും പൊതുവെ. ഇവിടെ ഈവൻ നമുക്ക് നോർത്ത് ഇന്ത്യയിൽ ഇപ്പം നമുക്ക് ഈ ഗ്ലോബൽ ക്ലൈമാറ്റിക് ചേഞ്ച് ഉള്ളതുകൊണ്ട് വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നോർമൽ ടെമ്പറേച്ചറിൽ നമുക്ക് അതിനകത്ത് ഓഫീസ് വർക്ക് ആണെങ്കിലും അല്ലെങ്കിൽ താമസിക്കുകയാണെങ്കിലും അതിനകത്ത് ബുദ്ധിമുട്ടായിരിക്കും. എസ്പെഷ്യലി ഓഫീസിലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ അതിനകത്ത് കൺട്രോൾ ചെയ്യാം. ആ കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, അത് HVAC എന്ന് പറയും. അത് MEPയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പം ഈ എയർ കണ്ടീഷൻ ചെയ്തിട്ട് അപ്പം നമുക്ക് തണുത്ത എയർ കിട്ടും. അത് മാത്രമല്ല തണുത്ത എയർ മാത്രമല്ല എയർ കണ്ടീഷൻ ചെയ്യുന്നത്, അതിൻ്റെ തണുത്ത എയർ ക്വാളിറ്റിയുള്ള, നമുക്ക് ഉപയോഗപ്രദമായ ക്വാളിറ്റിയുള്ള, നമുക്ക് ഹെൽത്തിൽ നിന്നും ഹസാർഡ് വരാത്ത ടൈപ്പുള്ള കൂളിംഗ് ഉള്ള കണ്ടീഷൻഡ് എയർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ സർ, ഇനി നമുക്ക് സർവീസ് വാൽവ് എങ്ങനെയാണ് ആക്സസ് ചെയ്യാന്നുള്ള കാര്യങ്ങളും പറഞ്ഞു തരാം. നമ്മള് ഈ HVAC സിസ്റ്റത്തിനകത്ത് പല ബിൽഡിങ്ങിന്റെ, ഇപ്പം നമ്മുടെ ചെറിയ ബിൽഡിംഗ് നമ്മൾ അതൊരു കോഡായിട്ടുള്ള HVAC. നമ്മളിപ്പം വീട് എടുക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടാണ് വിൻഡോ യൂണിറ്റ്, അതായത് ചെറിയൊരു യൂണിറ്റ് AC അതിനകത്ത് തന്നെ വർക്ക് ചെയ്യും. അത് പക്ഷെ ഒരു ചെറിയ ഏരിയയിൽ, ഒരു ചെറിയ ഏരിയയിൽ അത് സെർവ് ചെയ്യുന്നത് ഇതേ പർപ്പസ് തന്നെ നമുക്ക്. അത് പക്ഷെ വലിയ ഓപ്പണിങ്, അതിന് ലിമിറ്റേഷൻ ഉണ്ട്, വലിയ ഓപ്പണിംഗ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾക്ക് സ്പ്ലിറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിൻഡോ യൂണിറ്റിന്റെ ഫാനും ഇവാപ്പറേറ്റീവ് സൈഡാണ്. അത് നമ്മൾ ഇൻഡോറിൽ വരും, കണ്ടൻസിങ് സൈഡ് അത് വെളിയിൽ പോകും. അത് വെളിയിലിപ്പോൾ ഹോട്ട് എയർ പോകും, ഇൻഡോർ യൂണിറ്റിൽ നിന്ന് തണുത്ത എയർ പുറത്തോട്ട് വരും. ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്നത് കോപ്പർ പൈപ്പിംഗ് ആണ്. അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പൈപ്പിന്റെ മാത്രം ക്രോസിംഗ് മതി നമ്മുടെ വാൾ അത്ര തന്നെ. അത് ഞാൻ പറഞ്ഞത് നോർമൽ ആയിട്ടുള്ള റെസിഡൻഷ്യലിലെ എയർ കണ്ടീഷൻ. ഇത് തന്നെ പല ടൈപ്പ് വരുന്നത്. ഓക്കെ, അത് നമുക്ക് വേറെ വിശദീകരിക്കാം. പിന്നെ നമ്മൾ കൊമേഴ്സ്യൽ പോവുകയാണെങ്കിൽ ഈ ഒന്നോ റൂം അതിന്റെ ആപ്ലിക്കേഷൻ, ബേസിക്കലി ഇതിന്റെ ആപ്ലിക്കേഷൻ അനുസരിച്ച്, യൂസേജ് അനുസരിച്ചാണ് അത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. കാരണം ഒരു ഏരിയ, ഓഫീസ് ഏരിയ, എല്ലാ ഏരിയയിലും നമുക്ക് എയർ കണ്ടീഷൻ വേണം. അല്ല, ഇപ്പോൾ 8 മണിക്ക് അല്ലെങ്കിൽ ഓഫീസ് തുറക്കുകയാണെങ്കിൽ ആ ഏരിയ എല്ലാം നമുക്ക് എയർ കണ്ടീഷൻ ചെയ്തേ പറ്റും.
ആ സമയത്ത് നമ്മൾ ഈ ചെറിയ സിസ്റ്റം കൊണ്ട് നമുക്ക് വയബിൾ അല്ല. കാരണം ഒരാൾ മാത്രമുള്ള റൂമിലുണ്ടെങ്കിൽ കുഴപ്പമില്ല, അദ്ദേഹം വരുന്നുണ്ടെങ്കിൽ നമുക്ക് റൂം AC ഓൺ ഓഫ് ആക്കുകയും ചെയ്യാം. പക്ഷെ കൊമേഴ്സ്യൽ ബിൽഡിങ്ങിന് അങ്ങനല്ല. കാരണം ആൾക്കാർ വരുന്നതിനനുസരിച്ച് ആ ഏരിയ മൊത്തം ചെയ്യണം എയർ കണ്ടീഷൻ ചെയ്തിരിക്കും. ആ സമയത്ത് ഈ എയർ കണ്ടീഷന്റെ പറഞ്ഞു കഴിഞ്ഞാൽ പല ടൈപ്പ് എയർ കണ്ടീഷൻ. ഒന്ന് റെഫ്രിജറന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന വിൻഡോ യൂണിറ്റ്, അതിനകത്ത് ഉള്ള മീഡിയ എന്ന് പറഞ്ഞാൽ കൂളിംഗ് ചെയ്യുന്നത് റെഫ്രിജറന്റ് ആണ്. പല ടൈപ്പ് ഉണ്ട്, R10, R22, പല ടൈപ്പ് ഉണ്ട്. ഈ റെഫ്രിജറന്റ് തണുത്തിട്ട് ഓയിലിൽ കൂടെ പോകുന്ന എയർ ബ്ലോ ചെയ്താൽ കോൾഡ് എയർ നമുക്ക് കിട്ടുന്നത്. റെഫ്രിജറന്റ് വലിയ സിസ്റ്റത്തിനകത്താവുന്നുണ്ടെങ്കിൽ അത് ഈ റെഫ്രിജറന്റ് കോസ്റ്റ്ലി ആകാനും എന്തെങ്കിലും ലീക്ക് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രശ്നമാകും. അതുകൊണ്ട് വലിയ സിസ്റ്റത്തിൽ ഇത് ലിമിറ്റേഷൻ ഉണ്ട്, മനസ്സിലായി? അപ്പോഴും ഈ വിൻഡോ യൂണിറ്റ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് യൂണിറ്റിന്റെ സെയിം ഒരെണ്ണമാണ് പാക്കേജ് യൂണിറ്റ് എന്ന് പറയാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടിലും സ്വല്പം കൂടെ വലുതാണ്. അത് എല്ലാം ഇതായിരിക്കും, പക്ഷേ അതിനകത്ത് തന്നെ കൂളിംഗ് എല്ലാം ഉണ്ടാവും, കോൾഡ് എയർ കിട്ടും. പക്ഷെ അത് വോളിയം കൂടുതലായിരിക്കും. അന്നേരം നമ്മൾ ആ എയർ എന്ത് ചെയ്യും, നമ്മൾ ഡക്ട് വഴി ഓരോ ഏരിയയിൽ നമ്മൾ സപ്ലൈ ചെയ്യും, എന്നിട്ട് കൺട്രോൾ ചെയ്യും. അപ്പൊ നമുക്ക് കോൾഡ് എയർ കിട്ടും. അതും DX ടൈപ്പ് എന്ന് പറയുന്നത്. DX എന്ന് പറഞ്ഞ റെഫ്രിജറന്റ് ഉപയോഗിക്കുന്നത് ഡയറക്റ്റ് എക്സ്പാൻഷൻ ആണ്. അപ്പം നമുക്കത് ആ ഏരിയ നമുക്ക് അങ്ങനെ ഡയറക്റ്റ് എക്സ്പാൻഷൻ വെച്ച് നമുക്ക് പാക്കേജ് യൂണിറ്റ് വെച്ച് വലിയ ഈ റെസിഡൻഷ്യൽ ബില്ലിനെക്കാട്ടും കുറച്ച് കൂടുതൽ ഏരിയ സെർവ് ചെയ്യാൻ പറ്റും. പക്ഷേ വലിയ കൊമേഴ്സ്യൽ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. കാരണം എക്കണോമിക്കലായിട്ട് വയബിൾ അല്ല. ഓക്കെ, അന്നേരം നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിൽഡ് വാട്ടർ സിസ്റ്റം. ഈ ചിൽഡ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആണ്, ഈ റെഫ്രിജറന്റ് തന്നെ ഉള്ളതാണ്. പക്ഷേ ഈ ചിൽഡ് വാട്ടർ സിസ്റ്റത്തിനകത്ത് ചില്ലറിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പിക്കുക. ചിൽഡ് വാട്ടർ, അത് വെള്ളം തണുപ്പിക്കും. എന്നിട്ട് ഈ വെള്ളം നേരത്തെ പറഞ്ഞ ഇൻഡോർ യൂണിറ്റിൽ കൂടെ കോയിലിൽ കൂടെ റെഫ്രിജറന്റ് പോവും, എയർ ബ്ലോ ചെയ്യും. ആ എയർ തണുത്ത കോയിലിനകത്ത് ഇവിടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് തണുത്ത എയർ കിട്ടും. ഇവിടെ ചിൽഡ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം പ്രിൻസിപ്പിള ഫാൻ കോയിൽ യൂണിറ്റോ അല്ലെങ്കിൽ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റോ, അത് ഈ യൂണിറ്റിനെയാണ് പറയുന്നത്. ഇതിനകത്ത് കോയിലുകൾ, ഈ കോയിലിനകത്തൂടെ തണുത്ത വെള്ളം പോകും. അപ്പോൾ ഈ HU അല്ലെങ്കിൽ XU ഫാൻ കാണും. ഈ ഫാന് ഈ തണുത്ത കോയിലിൽ കൂടെ പോകുമ്പോൾ തണുത്ത എയർ കിട്ടും. ഈ ചിൽഡ് വാട്ടർ സിസ്റ്റത്തിന്റെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമുക്ക് MEPയുടെ ഇൻസ്റ്റലേഷൻ, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്? നമ്മൾ സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഡിസൈൻ കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്? ഒരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് പൊതുവെ അതാ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അപ്പൊ നമുക്ക് അത് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യമേ ഈ ആർക്കിടെക്ട് അവരുടേതായിട്ടുള്ള ഒരു പ്രിലിമിനറി ഒരു ഡീറ്റെയിൽ വരയ്ക്കും. അത് കഴിഞ്ഞ് അത് ക്ലയന്റ് പറഞ്ഞ അവരുടെ ക്ലയന്റിന്റെ അഭിരുചി അനുസരിച്ച് അവർ ഡിസൈൻ ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുള്ള സർവീസ്, അതായത് ഇലക്ട്രിക്കൽ വർക്ക്സ്, പ്ലംബിംഗ് വർക്ക്സ്, മെക്കാനിക്കൽ വർക്ക്സ്, അതെല്ലാം ഒരു കൺസൾട്ടന്റ് കാണും. ഈ കൺസൾട്ടന്റ് അവർ ഡിസൈൻ ചെയ്യുന്നു. ആർക്കിടെക്റ്റില് അതിന്റെ ഔട്ടർ സ്കർട്ടും പിന്നെ എങ്ങനെ ID വർക്ക് ഒക്കെ എങ്ങനെ ഇരിക്കണമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ബാക്കിയുള്ളത് അതിനകത്തിലെ MEP സർവീസ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് സർവീസ്, അത് കൺസൾട്ടന്റ് ചെയ്യുന്നത്. പ്ലംബിങ്ങിന് സെപ്പറേറ്റ് കൺസൾട്ടന്റ് ഉണ്ടാവും, ഇലക്ട്രിക്കലിന് സെപ്പറേറ്റ് കൺസൾട്ടന്റ് ഉണ്ടാവും, മെക്കാനിക്കലിന് സെപ്പറേറ്റ് കൺസൾട്ടന്റ് ഉണ്ടാവും. അപ്പോഴും ഇത് ഇവരുടെ ഒരു വലിയൊരു പ്രധാനമാണ്. കാരണം ഇവരെ ഒരു കോർഡിനേഷൻ വേണം. കാരണം ഡക്റ്റ് വർക്ക് അല്ലെങ്കിൽ പ്ലംബിംഗ് വർക്ക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വർക്ക്സ്, ഇത് എല്ലാം ഒരേ സർവീസ് ഒരു കോറിഡോറിൽ കൂടെ എക്സാമ്പിൾ പോവുകയാണെങ്കിൽ ഇത് തമ്മിൽ ക്ലാഷ് ഉണ്ടാവാനുള്ള ചാൻസുകളുണ്ട്. കാരണം ഇലക്ട്രിക്കൽ ആ രീതിയിൽ അവരുടെ ഡിസൈൻ ചെയ്യും, മെക്കാനിക്കല്, പ്ലംബിംഗ് കൺസൾട്ടന്റ് അവരുടെ രീതിയിൽ ചെയ്യും. പൊതുവെ ഈ MEP കൺസൾട്ടന്റ് ഒരു കൺസൾട്ടന്റ് ആയിട്ട് അധികം പ്രശ്നം വരാറില്ല. പക്ഷേ ഈ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സൈറ്റ് സ്റ്റേഷൻ വരുന്ന സമയത്ത് കുറെ ഏറെ വ്യതിയാനങ്ങൾ ഉണ്ടാകും. കാരണം നമ്മൾ കൺസൾട്ടന്റ് ഡിസൈൻ ചെയ്യുന്നതായിരിക്കത്തില്ല നമ്മൾ ഈ കോൺട്രാക്ടർ സെലക്ട് ചെയ്യുന്ന എക്യുപ്മെന്റ്, അല്ലെങ്കിൽ ക്ലയന്റ് അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ് ഞങ്ങൾക്ക് വേരിയേഷൻ വരുത്തണം, ടെൻഡർ കഴിഞ്ഞുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞത് വേരിയേഷൻ വരുത്തണം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഈ ടെൻഡറിങ് സമയത്ത് അല്ലെ ഡിസൈൻ സ്റ്റേജും പിന്നെ ഇൻസ്റ്റലേഷൻ സ്റ്റേജുമായിട്ട് വ്യത്യാസങ്ങൾ വരും. എന്താ പ്രശ്നം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓരോ സർവീസിലും അതിൻ്റെതായിട്ടുള്ള
ചേഞ്ചസ് വരികയാണെങ്കിൽ അത് നമ്മൾ എഫക്റ്റ് കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റലേഷൻ പ്രോബ്ലം വരാം. കാരണം കോൺട്രാക്ടർ സാധാരണ ഈ ഒരേ കൺസൾട്ടന്റ് ആണെങ്കിലും മെക്കാനിക്കല് അല്ലെങ്കിൽ പ്ലംബിങ് അല്ലെങ്കിൽ ഫയർ ഫൈറ്റിംഗ് ഒക്കെ ഉള്ള കോൺട്രാക്ടേഴ്സ് ചിലപ്പം വ്യത്യാസം വന്നിരിക്കാം. അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ കോൺട്രാക്ടേഴ്സ് അവർ ഒരു കോർഡിനേറ്റഡ് ഡ്രോയിങ്, സെപ്പറേറ്റ് ഡ്രോയിങ് ഉണ്ടെങ്കിലും ഒരു കോർഡിനേറ്റഡ് ഡ്രോയിങ് സാധാരണ കൺസൾട്ടന്റ് ഈ മെയിൻ കോൺട്രാക്ടർ കൊടുക്കണം. അതായത് കോർഡിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ഒരു കോറിഡോർ ഉണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ വർക്ക്സ് എങ്ങനെ പോകുന്നു, അതിന്റെ കേബിൾ എങ്ങനെ പോകുന്നു, റൂട്ടിംഗ് എങ്ങനെ, എത്ര ഹൈറ്റിൽ പോകുന്നു, ഡക്ട് വർക്ക് എങ്ങനെയുണ്ട്, എത്ര ഹൈറ്റിൽ പോകുന്നു, പിന്നെ പ്ലംബിങ്ങിന്റെ ഫയർ ഫൈറ്റിങ്ങിന്റെ പൈപ്പ്, വെള്ളത്തിന്റെ അല്ലെങ്കിൽ ഈ ഡ്രെയിനേജ് പൈപ്പ്, സുവർ പൈപ്പ് എല്ലാം പോകുന്നതിന് ഈക്വൽ ആയിട്ടുള്ള ഓരോ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. പക്ഷേ എല്ലാ കേസിലും ഇത് ശരിയാവണമെന്നില്ല. കാരണം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു റൂമിലോട്ട് ഇപ്പൊ എൻട്രി ചെയ്യുന്നുണ്ട്, അത് ക്ലാഷ് ഉണ്ടാകും. ആ സമയത്താണ് നമ്മൾ ഈ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഡ്രോയിങ് നമ്മൾ സാധാരണ മെയിൻ കോൺട്രാക്ടർ ഈ MEP കോൺട്രാക്ടറുടെ നിന്ന് സാധാരണ മേടിക്കാറുള്ളത്. ഒരു പരിധി വരെ അങ്ങനെ കോർഡിനേറ്റഡ് ഡ്രോയിങ് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് ആ ക്ലാഷസും ബാക്കിയുള്ളതെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതാണ് പ്രിലിമിനറി ആയിട്ട് എടുക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിം മോഡലിംഗ് അല്ലെങ്കിൽ MEP റിവറ്റ് അങ്ങനത്തെയൊക്കെ ഒത്തിരി സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയറിന് അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ക്ലാഷ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ ഈ മെയിൻ കോൺട്രാക്ടേഴ്സോ അല്ലെങ്കിൽ ഈ MEP കോൺട്രാക്ടേഴ്സിനോ ഈസി ആയിരിക്കും. അതുകൊണ്ട് ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരുടെ എല്ലാം ഫുള്ളി കോപ്പറേഷൻ ആൻഡ് ഫുള്ളി ഇൻവോൾവ്മെന്റ് വളരെയധികം അഭികാമ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രോജക്റ്റ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടി പ്രോപ്പറായിട്ട് ആ ടൈമിംഗ് കംപ്ലീഷന് വേണ്ടി അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ സാർ, താങ്ക് യു. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എഞ്ചിനീയേഴ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് മൾട്ടിപ്പിൾ സർവീസസിലെ നോളജ് വേണം, ലൈക്ക് ഇലക്ട്രിക്കല്, പ്ലംബിംഗ്, ഫയർ, HVAC ഒക്കെ. അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് കോർഡിനേഷൻ സൈറ്റിൽ വേണം. എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് സ്മൂത്ത് ആയിട്ട്. പിന്നെ മൾട്ടിപ്പിൾ സർവീസ്, അതായത് നമ്മൾ ഇലക്ട്രിക്കൽ ഈ MEP തന്നെ നമ്മൾ MEP കേസ് എടുക്കുന്നത് മൾട്ടിപ്പിൾ സർവീസ് അറിഞ്ഞിരിക്കേണ്ട ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമ്പിൾ പറഞ്ഞ നമ്മുടെ മെക്കാനിക്കൽ എക്യുപ്മെന്റ് ചില്ലർ ഉണ്ട്, അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ് ഉണ്ടെന്ന് വെച്ചു, അതിന്റെ അടുത്ത് ചില്ലർ ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്ര ഹൈറ്റിൽ ഇത്ര ഐസൊലേറ്റർ എക്യുപ്മെന്റ് അവിടുന്ന് 1.5 അല്ലെങ്കിൽ അത്ര ദൂരവേ ഈ ഐസൊലേറ്റർ കൊടുക്കാൻ പറ്റും. കാരണം ഓരോ സ്പെസിഫിക്കേഷനായിട്ട് പറയുന്നത് നമ്മൾ ഡ്രോയിങ്ങിനകത്തുണ്ടെങ്കിലും അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കും. ഓക്കെ, ഐസൊലേറ്റർ എക്സാമ്പിൾ ഞാൻ പറയാം, ചില്ലർ ആണെങ്കിൽ നമ്മൾ ഐസൊലേറ്റർ അതിന് പ്രത്യേകം അത് ഏതെങ്കിലും എക്യുപ്മെന്റ് ആണെങ്കിൽ മെയിൻ്റെനൻസ് പർപ്പസിലും അല്ലെങ്കിൽ വേറെ ഇതിനകത്തിലും വേറെ ആപ്ലിക്കേഷൻ വേറെ യൂസേജിനും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് സർവീസ് ചെയ്യേണ്ടി വരും, മെയിൻ്റെനൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊരു പ്രത്യേക ലൊക്കേഷൻ. ഇലക്ട്രിക്കലുകാർക്ക് ഇത് അവെയർ ആയിരിക്കണം. ഇലക്ട്രിക്കൽ ആവുന്ന മെക്കാനിക്കലുമായിട്ടുള്ള ഇങ്ങനത്തെ ഉള്ള ഓരോ ചെറിയ ഐറ്റങ്ങൾ നമ്മൾ അവെയർ ആയിരിക്കണം. പിന്നെ വേറെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു കോറിഡോറിൽ കൂടെ പൈപ്പ് പോവാം. ഓരോ പൈപ്പിനകത്തും ഇപ്പം ഹോട്ടൽ ഇൻഡസ്ട്രി, ഹോട്ടൽ ഒരു ബിൽഡിംഗ് കോറിഡോറിലായിരിക്കും എല്ലാ സർവീസും പോകുന്നത്. ഓരോ റൂമിനകത്തും ആ കോറിഡോറിൽ നിന്ന് നമ്മൾ ടാപ്പ് ചെയ്യുന്നത്. ഫയർ ഫൈറ്റിംഗ് കാര്യം ചിലപ്പോൾ ചെയ്തിട്ടും പിന്നെ ഡക്ട് വർക്കുകാർ വേണ്ടി ചെയ്തു. അത് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ചിലപ്പോൾ ഈ സർവീസ് നമ്മുടെ ഈ വാൾ സീലിംഗ് സസ്പെൻഡ് കോറിഡോറിനകത്ത് സസ്പെൻഡഡ് സീലിങ്ങും ബാക്കിയുള്ള ഹോൾ സീലിംഗ് ആൻഡ് സസ്പെൻഡഡ് സീലിങ്ങും പ്രോഫിറ്റ് ഓഫ് ദ സ്ലാബിന്റെ അവിടെ വ്യത്യാസം ചിലപ്പോൾ അധികം കിട്ടണമെന്നില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ കോർഡിനേറ്റ് ആയിട്ടുള്ള നമുക്ക് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഏത് രീതിയിൽ ഈ ഇലക്ട്രിക്കൽ ആണെങ്കിലും മെക്കാനിക്കൽ ആണെങ്കിലും ഏത് രീതിയിൽ എല്ലാ കോൺട്രാക്ടേഴ്സും കൂടെ സബ് കോൺട്രാക്ടേഴ്സ് ഇരുന്നിട്ട് നമുക്ക് അത് പ്രോപ്പറായിട്ട് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. ഒരു സർവീസ് ഹിൻഡറൻസോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ എങ്ങനെ അത് സോൾവ് ചെയ്യാന്നുള്ളത് അവര് ഈ പ്രാഥമികമായിട്ടുള്ള ഇൻഫർമേഷൻ ഇലക്ട്രിക്കലുകാർക്കും പ്ലംബിങ്ങുകാർക്കും HVAC-ക്കാർക്കും അറിയേണ്ടതാണ്. അതുപോലെ തന്നെ ചില സർവീസുകൾ നമ്മളിപ്പം ടാപ്പ്, ഈ സ്വിച്ചുകൾ,
ടോയ്ലറ്റിനകത്ത് സാധാരണ കൊടുക്കാറില്ല. കാരണം പല കാരണങ്ങളുണ്ട്. പിന്നെ പ്ലംബിങ്ങിന്റെ ലൈൻ പോകുന്ന അവിടെ കൊടുക്കാറില്ല. ഇലക്ട്രിക് ഷോക്കിന്റെ അല്ലെങ്കിൽ അതുപോലെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് കൊടുക്കാറില്ല. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണെങ്കിൽ അവരുടെ മാത്രം പോരാ, ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ വേറെ വാട്ടർ സർവീസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സർവീസ് ഇവിടെ ക്രാഷ് ആവുന്നുണ്ട് അല്ലെങ്കിൽ അടുത്തൂടെ പോകുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അതിന്റെ അനുസരിച്ച് അവർക്ക് കൺസൾട്ടന്റിനെ അറിയിക്കുകയോ അതിന് എതിരായിട്ടുള്ള മുൻകരുതലോ അല്ലെങ്കിൽ എന്താ നടപടികൾ എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് MEP സാധാരണ വലിയ കോൺട്രാക്ടേഴ്സ് ആവുന്ന വലിയ ഫേം ആവുന്നുണ്ട്. മെക്കാനിക്കല്, ഇലക്ട്രിക്കൽ, പ്ലംബിങ് സെപ്പറേറ്റ് കോൺട്രാക്ടേഴ്സ് ആവാം അല്ലെങ്കിൽ സബ് കോൺട്രാക്ടേഴ്സ് ആവാം. പക്ഷെ ചെറിയ ബിൽഡിംഗ് ആവുന്നുണ്ട് എല്ലാം ഈ മെക്കാനിക്കൽ ചെറിയ സർവീസ് ചെറിയതാകുന്ന സർവീസ് കുറവായതുകൊണ്ട് MEP സാധാരണ ഒരു കോൺട്രാക്ടേഴ്സ് ആയിരിക്കും ചെയ്യുന്നത്. ഒരു കോൺട്രാക്ടേഴ്സ് ആണെങ്കിൽ അത്ര പ്രശ്നം വരുന്നില്ല. പക്ഷെ വലിയ സൈറ്റുകളിലൊക്കെ ആണെങ്കിൽ ഈ 2000-3000 ഒക്കെ ആൾക്കാർ 20,000 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ള ഏരിയ ഗൾഫ് കണ്ടിലൊക്കെ കാണാൻ പറ്റും ഷോപ്പിംഗ് കോംപ്ലക്സ്. അവിടെയൊക്കെ ആവുന്നുണ്ടെ ഇതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാവരും അറിഞ്ഞിരിക്കണം. അത് മാത്രമല്ല, നേരത്തെ തന്നെ ഈ കോൺട്രാക്ടേഴ്സ് സാധാരണ ഒരു വർക്ക് നടക്കുകയാണെങ്കിൽ നേരത്തെ പ്രീ മീറ്റിംഗ് എല്ലാ ഓപ്പണിംഗ് ഡേയിൽ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മീറ്റിംഗ് ആണ്. പിന്നെ മെയിൻ കോൺട്രാക്ടർ പറയും ഓക്കെ ഇന്ന സർവീസ് നമ്മളിവിടെ കാസ്റ്റ് ചെയ്യാൻ പോവാ അല്ലെങ്കിൽ ഇന്ന ബോർ ചെയ്യാൻ പോവാ കോൺക്രീറ്റ്. ആ സമയത്ത് നമ്മുടെ എല്ലാ സർവീസും ക്ലിയർ ആയിരിക്കണം എന്നുള്ള ഇൻഫർമേഷനും അങ്ങനെ കോർഡിനേഷൻ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ MEP എവിടെയെങ്കിലും ഒരു പ്രോജക്റ്റിന്റെ എവിടെയെങ്കിലും ക്ലാഷ് സാധാരണ പ്രോജക്റ്റിനകത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പൊതുവെ വരും. അത് നാച്ചുറലാണ്. കാരണം വ്യത്യാസങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നത് വ്യത്യാസങ്ങൾ വരും. ആ സമയത്ത് ഈ ഒരു സർവീസിനെ കുറിച്ച് നമ്മൾ ഈ ബേസിക് ഇൻഫർമേഷനും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അത് വളരെ ഉപകാരമായിരിക്കും. ആ പ്രോജക്റ്റ് സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ പറ്റും. അത് ഡിലേ വരാതെ ചെയ്യാൻ പറ്റും. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ HVAC സിസ്റ്റത്തിലെ AHU, അതായത് എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റിന്റെ ഒരു പേർപ്പസ് എന്താണ്? നമ്മൾ നേരത്തെ ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്തായിരുന്നു. പാക്കേജ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് DX ടൈപ്പ് ആണ്. അതൊരു വിൻഡോ യൂണിറ്റിന്റെ വലിയ പതിപ്പാണ്. വിൻഡോ യൂണിറ്റ് നമ്മളൊരു ചെറിയ റൂമിനകത്ത് എയർ സപ്ലൈ ചെയ്യുന്നു. പക്ഷെ പാക്കേജ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം ആണ്. വിൻഡോ യൂണിറ്റിന്റെ കൂടെ തന്നെ ചെറുതിന് പകരം വലിയ വോളിയം ഓഫ് എയർ ആണ് നമുക്ക് കിട്ടുന്നത്. ആ എയർ നമ്മൾ ഓരോ റൂമിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആ ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. AHU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ്. അത് പൊതുവെ നമ്മൾ ഈ ചിൽഡ് വാട്ടർ സിസ്റ്റമായിട്ടാണ് സാധാരണ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഡയറക്റ്റ് DX ടൈപ്പും ഉണ്ട് റെയർ കേസായിട്ട്. കാരണം ഈ പാക്കേജ് യൂണിറ്റ് ഞാൻ പറഞ്ഞല്ലോ, അത് ആ ഒരു യൂണിറ്റ് പാക്കേജ് ആയിട്ട് അതിനകത്ത് ഇരിക്കുക. ബാക്കി അതിന്റെ നമ്മുടെ ഔട്ട്ലെറ്റ് ആയിട്ട് വരുന്നത് ഓപ്പണിങ്സ് വരുന്നത് എയറിന്റെ ഔട്ട്ലെറ്റും പിന്നെ ഫ്രഷ് എയറിന്റെ ഓപ്പണിങ് അല്ലെങ്കിൽ റിട്ടേൺ എയറിന്റെ ഓപ്പണിങ്ങും മാത്രമേ വരുത്തുള്ളൂ. പക്ഷേ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചിൽഡ് വാട്ടറിന്റെ പറഞ്ഞിട്ടുണ്ട്. ചില്ലർ ഒരു ഒക്കേഷനിലിരിക്കും. ഈ ചില്ലറിന്റെ പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിനെ തണുപ്പിച്ചിട്ട് ഈ തണുത്ത വെള്ളം നമ്മൾ പമ്പ് വഴി FCU എന്ന് വെച്ചാൽ ഫാൻ കൂൾ യൂണിറ്റ്, ചെറിയ യൂണിറ്റ് ആണ്. ഈ നമ്മുടെ ഇൻഡോർ യൂണിറ്റ് നമ്മൾ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്ക്വയർ ടൈപ്പ് ഗ്രില്ല് എയർ AC വരുന്ന കണ്ടിട്ട് ചിൽഡ് വാട്ടർ സിസ്റ്റം, അത് ഫാൻ കോയിൽ യൂണിറ്റ്. എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി കപ്പാസിറ്റി കൂടുതലായിരിക്കും. 25 ടൺ 30 ടണ്ണൊക്കെ. അപ്പം അത്രയും വോളിയം എയർ പ്രിൻസിപ്പിൾ സെയിം ആയിരിക്കും. അതിനകത്തൊരു കോയിൽ കാണും, അതിന്റെ പുറകിൽ ഒരു ഫാൻ കാണും. ഈ ഫാന് എയർ എപ്പോഴും ബ്ലോ ചെയ്തുകൊണ്ട് ഈ കോയിലിനകത്തൂടെ തണുത്ത വെള്ളം പോകും അല്ലെങ്കിൽ തണുത്ത ഫ്ലൂയിഡ് പോകും. തണുത്ത ചില്ലർ ഉപയോഗിക്കുമെങ്കിൽ തണുത്ത വെള്ളമായിരിക്കും. റെഫ്രിജറന്റ് ഉപയോഗിക്കുന്നെങ്കിൽ അത് തണുത്ത റെഫ്രിജറന്റ് ഉപയോഗിക്കുന്നത്. അതിന് DX ടൈപ്പ് ഡയറക്റ്റ് എക്സ്പാൻഷൻ, അത് ഡയറക്റ്റ് ആയിട്ട് എക്സ്പാൻഷൻ DX എന്നാ പറയുന്ന DX ടൈപ്പ് അതായിരിക്കും ഉപയോഗിക്കുന്നത്. പൊതുവെ AHU നമ്മൾ കാണുന്നത് നമുക്ക് ചിൽഡ് വാട്ടർ ആപ്ലിക്കേഷൻ. ഈ AHU ഡിസൈൻ ചെയ്യുന്ന അതിന്റെ പെർഫോമൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കോയിലിന്റെ ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്, അതിന്റെ ചിൽഡ് വാട്ടർ ഇൻ എത്ര എന്നുണ്ട്, ചിൽഡ് വാട്ടർ ഔട്ട് എത്ര എന്നുണ്ട്. അതിന്റെ അനുസരിച്ച് അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് എത്ര അതിന്റെ കാറ്റലോഗ് കാണും.
ടെമ്പറേച്ചറിന്റെ എത്ര ഫ്ലോ അനുസരിച്ചിട്ട് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും ഇത് എത്ര കപ്പാസിറ്റി ഉള്ള എത്ര ടണ്ണേജ് ഉള്ള യൂണിറ്റ് തരുന്നു. A2ന്റെ വേറൊരു കാര്യം പ്രധാനപ്പെട്ടത് പാക്കേജ് കൂട്ടം തന്നെ പറഞ്ഞത്, അതിനകത്ത് സപ്ലൈ എയർ കൊടുക്കും, എന്നിട്ട് ഈ എയർ ഓരോ റൂമിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, എന്നിട്ട് അവിടുന്ന് റിട്ടേൺ എയർ കാണും. ഈ റിട്ടേൺ എയർ A2ന്റെ റിട്ടേൺ എയർ കൊടുക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ മിനിമം റിക്വയർമെന്റ് ഈ പ്രഷർ പ്രകാരം നമുക്ക് മിനിമം റിക്വയർമെന്റ് ഒരു 50% ഫ്രഷ് എയർ കൊടുക്കേണ്ടി വരും. ഈ ഫ്രഷ് എയർ അത് റിട്ടേൺ എയറിന്റെ അകത്തൂടെ മിക്സ് ചെയ്ത് വീണ്ടും എയർ കോൾഡ് എയർ A2 പോയിട്ട് സപ്ലൈ ചെയ്യും. അതാ മെയിൻ ആയിട്ടുള്ള A2ന്റെ ഫംഗ്ഷൻ. ഓക്കെ സാർ, ഗ്രേറ്റ്. നമുക്ക് AHU റിലേറ്റഡ് ആയിട്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. നമ്മളെ AHUലുള്ള ഹ്യൂമിഡിഫയറിന്റെ ഒരു പർപ്പസ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് ക്വാളിറ്റി ഓഫ് എയർ നമുക്ക് അത് പ്രധാനപ്പെട്ടതാണ്. തണുത്ത എയർ മാത്രമല്ല, അതായത് ആ എയറിനകത്ത് എത്ര മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട് എന്നുള്ളതും ഒരു പാരാമീറ്റർ ആണ് നമുക്ക് കംഫോർട്ട് കിട്ടുന്നത്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയും. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നമുക്ക് ഒരു സപ്പോസ് ഒരു കുറച്ച് വോളിയത്തിനകത്ത് എത്രയും ആ എയറിനകത്ത് എത്രയും മാക്സിമം നമുക്ക് അത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ ഹോൾഡിംഗ് കപ്പാസിറ്റി അത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടു. അപ്പം നമ്മളത് തണുപ്പിക്കുകയാണെങ്കിൽ അതിന്റെ ഹോൾഡിംഗ് കപ്പാസിറ്റി അത് എത്രയും മോയ്സ്ചർ ഇത് ചെയ്യാവുന്ന അത് കുറഞ്ഞിരിക്കും. അപ്പം സാധാരണ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാക്സിമം അത് ഹോൾഡ് ചെയ്യാവുന്നതിന്റെ മാക്സിമം അത് ഹോൾഡ് ചെയ്ത് വെച്ചാൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 100 ആയി. പിന്നെ നമ്മൾ കണ്ടിട്ടില്ല, ചിലപ്പോൾ നമ്മൾ വീണ്ടും തണുപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഡ്യൂ പോയിന്റിന്റെ അവിടെ ഡ്യൂ പോയിന്റ് സെറ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ല, ഐസ് ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന അതുപോലെ ഡ്യൂ പോയിന്റിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ളതിന് അത് ആ എയറിനകത്തുള്ളത് ബാക്കി അത് ആ മോയ്സ്ചർ പ്രിസിപ്പിറ്റേറ്റ്, അതായത് അത് സെറ്റിംഗ് ഉണ്ട്, അതിന് സെറ്റിംഗ് ഉണ്ടാവും. അപ്പോഴേ ഈ നമുക്കൊരു കംഫോർട്ടായിട്ടുള്ള ലെവൽ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 40 to 60% ആയി. അതായത് മോയ്സ്ചറിന്റെ ഹാഫ് അല്ലെങ്കിൽ 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഈ സെറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ 22 മുതൽ 24 വരെ എന്ന് പറഞ്ഞാൽ അത് ഹ്യൂമൻ കംഫോർട്ടിന്റെ ലെവൽ സോണിലുള്ള അപ്പോൾ ഈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്വാളിറ്റി ഓഫ് എയർ നമ്മൾ നോക്കണം. അതിന്റെ പ്രഷർ എയർ അതിനകത്ത് നമുക്ക് പറയുന്നുണ്ട്. പ്രഷർ എയറും 20% കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്വാളിറ്റി ഓഫ് എയർ നമുക്ക് ഇൻഡോർ എയർ ക്വാളിറ്റി എന്ന് പറയാം. എയർ ക്വാളിറ്റി നല്ലതാണെങ്കിൽ നമുക്ക് കംഫോർട്ടായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യാം, ഹെൽത്തി ആയിരിക്കും. ചില കേസുകൾ തണുത്ത എയർ മാത്രമേ കൊടുക്കത്തുള്ളൂ, കാരണം ഈ സിക്ക് ബിൽഡിംഗ് സിൻഡ്രോം എന്നൊക്കെ പറയാം. അത് കാരണം ഈ പ്രോപ്പറായിട്ട് വെന്റിലേഷനും അതും ഇതൊക്കെ ഇല്ലാത്തപ്പോൾ ഈ തണുത്ത എയർ മാത്രം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർസ്പിറേഷൻ അല്ലെങ്കിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഹ്യൂമൻ മനുഷ്യന് ആൾക്കാരാ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് പെർസ്പിറേഷൻ ഒക്കെ ഇതുണ്ട്. പക്ഷെ അതിന്റെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷന്റെ പറ്റുമെന്ന് വെച്ചാൽ അതിന്റെ ക്വാളിറ്റി ആണെങ്കിൽ എയർ ക്വാളിറ്റി അത് കുറയും. എയർ ക്വാളിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തണുപ്പ് അതൊക്കെ ഉണ്ട്, നമുക്ക് ഫാറ്റീഗ് അല്ലെങ്കിൽ ക്ഷീണം അങ്ങനത്തെയൊക്കെ ഉള്ളത് വരും. അതുകൊണ്ട് എയർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതും നമ്മൾ ഒരു വൺ ഓഫ് ദ മെയിൻ ഫാക്ടറാണ് കണ്ടീഷന്റെ നോക്കണം. ഓക്കെ സാർ, അതൊരു ഗ്രേറ്റ് ഇൻഫോർമേഷൻ ആയിരുന്നു. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലെ ടെമ്പറേച്ചർ സെൻസറിന്റെ ഫംഗ്ഷൻ ഒന്ന് സാർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും? നമ്മൾ ഈ ടെമ്പറേച്ചർ സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചിൽഡ് വാട്ടർ സിസ്റ്റത്തിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് എടുക്കാം. പല ടൈപ്പിലുള്ള ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്. എസ്പെഷ്യലി ഇപ്പം നമ്മൾ ഈ BMS സിസ്റ്റം ഒക്കെ ഉള്ളതുകൊണ്ട് ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റം, അതായത് എല്ലാം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഇൻഫർമേഷൻ കിട്ടിയിട്ട് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പം ഫാൻ റൺ ചെയ്യുക, ഹ്യൂമിഡിറ്റി കുറയുക, ടെമ്പറേച്ചർ കൂടുക ഒരു റൂമിനകത്ത്, ഇതെല്ലാം BMS സിസ്റ്റം വഴി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. വെള്ളം ഇപ്പം വാട്ടറിന്റെ ലെവൽ കുറയുക, വെള്ളം കൂടുക, പിന്നെ അലാം കിട്ടുക, ഇതെല്ലാം സെൻസേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ടെമ്പറേച്ചർ നമ്മൾ ഹോട്ട് വാട്ടറിനകത്ത് ടെമ്പറേച്ചർ ഇപ്പം നമ്മൾ ഒരു മീറ്റ് ചെയ്തേക്കാം 60 ഡിഗ്രിയാണ് വേണ്ടത്. ആ ഡിഗ്രി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ സെൻസറാ സിഗ്നൽ കൊടുത്തിട്ട് അനലോഗ് ആവാം, അത് അല്ലെങ്കിൽ ഡിജിറ്റൽ ആവാം. സിഗ്നൽ ഇപ്പൊ BMS സിസ്റ്റം ഞാൻ കൺസിഡർ ബിൽഡിംഗ് മാനേജ് ഒരു സിസ്റ്റം ബിൽഡിംഗ് മാനേജ് ചെയ്യാന്ന് വെച്ചാൽ അത് മാനേജ് ചെയ്യുന്ന എല്ലാ ഫംഗ്ഷനും ആൽമോസ്റ്റ് ഓൾ ഫംഗ്ഷൻ ആണെങ്കിൽ ഓട്ടോമേറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
റൂമിന്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ റൂമിന്റെ ടെമ്പറേച്ചർ എത്ര വേണമെന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ചിൽഡ് വാട്ടറിന്റെ ഫ്ലോ അതിനകത്തിലാക്കും. നമ്മൾ പറഞ്ഞു ഓയിലിനകത്തൂടെ പോയിട്ട് ഓയിലിനകത്തൂടെ എയർ ബ്ലോ ചെയ്യും. എന്നിട്ട് അത് സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ വരികയാണെങ്കിൽ ഈ ഓയിലിനകത്തോട്ട് പോകേണ്ട കോൾഡ് വാട്ടർ ഒന്നുകിൽ ഓഫ് ആവും, അല്ലെങ്കിൽ അതിനകത്തേക്ക് പോകുന്നതിന് പകരം അത് ഡൈവേർട്ട് ആവും. ഡൈവേർട്ട് ആവുമ്പോൾ ആ കോയിൽ കൂടെ കോൾഡ് വാട്ടർ പോകാത്തത് കൊണ്ട് എയർ എപ്പോഴും അതിനകത്ത് ബ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ടെമ്പറേച്ചർ അവിടെ നോർമൽ ഇപ്പൊ സെറ്റ് ചെയ്തത് 23 അല്ലെങ്കിൽ 22 ആണെങ്കിൽ ആ ടെമ്പറേച്ചർ നിൽക്കും. പിന്നെ കോൾഡ് വാട്ടർ സപ്ലൈ ചെയ്യാത്തതുകൊണ്ട് ടെമ്പറേച്ചർ കൂടി ബാക്കിയുള്ള സിസ്റ്റത്തിനകത്ത്. അപ്പൊ ഈ ടെമ്പറേച്ചർ സെൻസർ ബേസിക് ആയിട്ട് പൊതുവെ നമ്മൾ റൂമിന്റെ ടെമ്പറേച്ചർ നമ്മൾ സെൻസ് ചെയ്യുന്നതിന്റെ അത് ഒരു മെയിൻ ആയിട്ടുള്ള പാരാമീറ്റർ ആണ്. പിന്നെ വേറെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഹോട്ട് വാട്ടർ സിസ്റ്റം വേണം. ഈ ഹോട്ട് വാട്ടർ സിസ്റ്റത്തിനകത്തും ടെമ്പറേച്ചർ സെൻസ് ചെയ്തിട്ട് അത് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ടെമ്പറേച്ചർ സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയിലർ, ഈ നമ്മൾ ഹോട്ട് വാട്ടറിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ സെൻസർ എല്ലാം നമുക്ക് ഇൻഫർമേഷൻ BMS സിസ്റ്റം ഉണ്ടെങ്കിൽ അത് വൺ ഓഫ് ദ മെയിൻ പാരാമീറ്റർ ആണ്. ഇപ്പം വെന്റിലേഷനകത്താണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എയർ ക്വാളിറ്റിയോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഫാമിനൊക്കെ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് സിഗ്നൽ കൊടുത്തിട്ട് ആ ബ്ലോവർ അല്ലെ ആ ഫാന് എക്സോസ്റ്റ് ഫാൻ ഓൺ ചെയ്യും. മനസ്സിലായി? അപ്പോൾ ടെമ്പറേച്ചർ സെൻസർ എവിടെയൊക്കെ ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം ആ സമയത്തെല്ലാം ഈ ടെമ്പറേച്ചർ സെൻസർ ഉപയോഗിച്ചിട്ട് ആ ടെമ്പറേച്ചർ മെഷർ ചെയ്തിട്ട് അത് സിഗ്നൽ കൊടുക്കും. BMSലോട്ട് എത്ര എന്നുള്ള സിഗ്നൽ കൊടുത്തിട്ട് ഇത് അനലോഗ് ആവാം, ഡിജിറ്റൽ ആവാം. BMS സിസ്റ്റം 2 ടൈപ്പ് ഉണ്ട്. എന്നിട്ട് ആ BMS സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റത്തിന്, അപ്പം HVACയുടെ കംഫോർട്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ സെൻസർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ സെൻസർ മാത്രമല്ല സെൻസേഴ്സ് പൊതുവെ ക്രിട്ടിക്കലാണ്. അത് പിന്നെ ഫയർ ഫൈറ്റിംഗ് അതിനകത്തും ടെമ്പറേച്ചർ സെൻസർ ഉണ്ട് അല്ലെങ്കിൽ ഡിറ്റക്ടർ ഉണ്ട്. ഇത് ഇൻഫർമേഷൻ കൊടുത്തിട്ടാണ് ഒരിടത്ത് ടെമ്പറേച്ചർ കൂടിയോ എന്നുള്ളത് ഉള്ള സിസ്റ്റത്തിൽ ഡെലിവറി സിസ്റ്റം അല്ലെങ്കിൽ അതുപോലത്തെ സിസ്റ്റത്തിനാണ് ഉള്ളത്. അപ്പം ടെമ്പറേച്ചർ സെൻസർ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ഒരു ഇമ്പോർട്ടന്റ് ഐറ്റം ആക്ച്വലി ഈ കൺട്രോളിങ്ങിനകത്ത് അത് വൺ ഓഫ് ദ മെയിൻ ഐറ്റം. ഓക്കെ സർ. ഇനി നമ്മൾ ഇന്നത്തെ ജനറേഷനിൽ നമുക്ക് ആർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് എയർ കണ്ടീഷണർ അഥവാ AC. അപ്പം അതിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് സാർക്ക് ഒന്ന് ബ്രീഫ് ചെയ്യാൻ പറ്റും? നമ്മള് എയർ കണ്ടീഷന്റെ ബേസിക്കലി ഞാനിപ്പോ നോർമൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് നമ്മുടെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങും അല്ലാത്ത ബിൽഡിങ്ങും ഉണ്ട്. പക്ഷേ ചില കേസിൽ അത് നമുക്ക് മനസ്സിലായി കാണുന്ന വിചാരിക്കും. സാധാരണ ഒരു കംപ്രസർ കാണും, ഒരു ഇവാപറേറ്റീവ് കോയിൽ കാണും. കംപ്രസർ ഈ റെഫ്രിജറന്റിനെ കംപ്രസ് ചെയ്തിട്ട് അത് പിന്നെ കോയിലിൽ കൂടെ പോകുന്നതിനെ എക്സ്പാൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അപ്പൊ അതിന്റെ ഫേസ് മാറുന്നു, ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആവുന്നതിനെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ഉണ്ടാവുന്നു. അതിന്റെ അനുസരിച്ച് അത് തണുക്കുന്നു. ആ തണുത്ത ഓയിലിനകത്തൂടെ എയർ ബ്ലോ ചെയ്യുന്നതിനെ നമുക്ക് കോൾഡ് എയർ കിട്ടുന്നത്. ആ ബേസിക് ആയിട്ടുള്ള എയർ കണ്ടീഷനിങ്ങിന്റെ സിസ്റ്റം. ഇത് റെസിഡൻഷ്യൽ ആണെന്നുള്ള നമുക്ക് നേരത്തെ പറഞ്ഞിരിക്കുന്ന റെഫ്രിജറന്റ് ഉപയോഗിച്ച് പറ്റും. പിന്നെ ഇപ്പം വലിയ സൈസ് ആണെങ്കിൽ ഈ റെഫ്രിജറന്റിന്റെ തന്നെ സാധാരണ ഓഫ് ഓണും ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ ഓഫ് ഓണും ആവും, അങ്ങനെ കട്ട് ഓഫ് ആവും. പക്ഷെ ഇപ്പോഴത്തെ സിസ്റ്റം BRF അല്ലെങ്കിൽ BRB സിസ്റ്റം ഒക്കെ ഉണ്ട്. അത് എനർജി എഫിഷ്യന്റ് ആണ്. കാരണം എത്ര നമുക്ക് പല റൂമിൽ നമുക്ക് ഈ 1 കോയിൽ യൂണിറ്റ് അല്ലെങ്കിൽ പല യൂണിറ്റ് ഉണ്ടെന്ന് വെച്ചു, പല റൂമുകളുണ്ടെന്ന് വെച്ചു. ഈ റൂമിനകത്ത് ഡിമാൻഡ്, അതായത് ആൾക്കാർ വരുന്നത് അത് വ്യത്യാസമാണെങ്കിൽ ഈ ഡിമാൻഡ് അനുസരിച്ച് മാത്രം ആ യൂണിറ്റ് റെഫ്രിജറന്റ് ഫ്ലോ ഉണ്ടാകും. അപ്പം അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളിടത്ത് നമുക്ക് ഈ കംപ്രസർ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ടൈപ്പ് യൂണിറ്റ് ഉണ്ട്. അത് എന്നിട്ട് പമ്പ് ചെയ്തിട്ടാണ് ഓരോ യൂണിറ്റിലേക്ക് നമുക്ക് റെഫ്രിജറന്റ് കിട്ടുന്നത്. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഡിമാൻഡ് ഒരു റൂം നമ്മൾ ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ ആൾക്കാരില്ല, അതിന്റെ അനുസരിച്ച് അത് അത്രയും വർക്ക് ചെയ്താൽ മതി. ഈ കണ്ടൻസിങ് യൂണിറ്റ്, കംപ്രസർ യൂണിറ്റ് അത്രയും കുറച്ച് വർക്ക് ചെയ്താൽ മതി. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് എന്താ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എനർജി ഒത്തിരി സേവ് ചെയ്യാൻ പറ്റും. ഇത് വലിയ BRF സിസ്റ്റം അല്ലെങ്കിൽ BRB സിസ്റ്റത്തിന്റെ കാര്യം ഞാൻ പറയുന്നത്. പിന്നെ നമുക്ക് BRB സിസ്റ്റം ആയി ചില കേസുകളിൽ നമുക്ക് ക്രിട്ടിക്കൽ ആയിട്ടുള്ള കേസുകൾ, അതായത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 40 to 60 ഉണ്ട്. അല്ലെങ്കിൽ ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
എക്സാമ്പിൾ നമ്മൾ എയർ കണ്ടീഷൻ ചെയ്യുന്നുണ്ട്, എല്ലാം എയർ കണ്ടീഷൻ ഒരുപോലെ അല്ല, എയർ കണ്ടീഷൻ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഈ അസുഖങ്ങളൊക്കെ ഉള്ള ഹോസ്പിറ്റലിൽ സാധാരണ എന്ത് ചെയ്യും, നമ്മൾ റിട്ടേൺ എയർ ഉപയോഗിക്കും. എന്നിട്ട് അതിൻ്റെ കൂടെ ഫ്രഷ് എയർ എടുത്തിട്ട് നമ്മൾ വീണ്ടും സർക്കുലേറ്റ് ചെയ്യും. അപ്പം നമുക്ക് ഈ 20% മിനിമം നമുക്ക് വേണമെന്ന് പറഞ്ഞു. ആ 20% അത്രയും എനർജി മതി. അത് ഔട്ട്സൈഡ് എയർ, ഔട്ട്സൈഡിൽ ഇപ്പം 35 ഡിഗ്രി ആണെങ്കിൽ ആ 35 ഡിഗ്രിയിൽ നമുക്ക് 20 ഡിഗ്രിയോ അല്ലെങ്കിൽ 16 ഡിഗ്രി ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് എയർ അത്രയും ഇതാക്കിയാൽ മതി. പിന്നെ ആ ഇൻഡോർ റിട്ടേൺ എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡോർ എയർ, അതായത് 24 അല്ലെങ്കിൽ 26 ആയിരിക്കും. ഈ 26 അത് 80% ഉണ്ട്. അതിനെ നമുക്ക് 16 ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് എനർജി മതി കമ്പയർഡ് ടു 35 നിന്ന് 16 ആക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് നമ്മൾ ഈ റിട്ടേൺ എയറിൽ ഫ്രഷ് എയർ ആഡ് ചെയ്തിട്ട് നമുക്ക് എയർ ക്വാളിറ്റി വെക്കുന്നത്. പക്ഷേ ചില കേസുകളിലൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ ചിലപ്പം ഇൻഫെക്ഷ്യസ് ഡിസീസ് ഒക്കെ ഉള്ളിടത്താണെങ്കിൽ നമുക്ക് ഈ എയർ റീസർക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോഴെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മൾ ഫ്രഷ് എയർ ആയിരിക്കും, ആ ഫ്രഷ് എയർ മാത്രം നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ അത് ആ റൂമിലേക്ക്, ഐസൊലേറ്റഡ് ആയിട്ടുള്ള റൂമിലേക്ക് നമ്മൾ സെപ്പറേറ്റ് എയർ കണ്ടീഷനിങ് ആയിരിക്കും കൊടുക്കുന്നത്. പിന്നെ ചില അത് ഞാൻ പറഞ്ഞു, സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എക്സെപ്ഷണൽ കേസുകളാണ് പറഞ്ഞത്. ചില കേസുകൾ നമുക്ക് ഈ ഫാർമസ്യൂട്ടിക്കൽ, അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രിസിഷൻ യൂണിറ്റ്, ഫാർമസ്യൂട്ടിക്കൽ അല്ലെങ്കിൽ ഡേറ്റാ സെന്റർ, ലാബോറട്ടറി, ഇവിടൊക്കെ എന്ന് പറഞ്ഞാൽ പ്രിസിഷൻ ആയിട്ടുള്ള, അതായത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അധികം കൂടാനും പറ്റത്തില്ല, അധികം കുറയാനും പറ്റില്ല. ഈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഒത്തിരി കുറഞ്ഞു കഴിഞ്ഞാൽ ഈ സെമി കണ്ടക്ടർ ഒക്കെ ഉണ്ടാക്കുന്ന ചിപ്പൊക്കെ ഉണ്ടാക്കുന്ന അടുത്ത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇപ്പോൾ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ESD എന്ന് പറയും, ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് ഉണ്ടാകും. നമ്മൾ കൈ കണ്ടിട്ടില്ല, നമ്മൾ ഈ ചീപ്പോ അല്ലെങ്കിൽ അതുപോലെ പ്ലാസ്റ്റിക് ചെയ്യുന്ന ഈ ഇലക്ട്രിസിറ്റി ഇങ്ങനെ ചാർജ്, അതുപോലെ ഡിസ്ചാർജ് ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് അവിടെ നമ്മൾ ചിപ്പ് എടുക്കുക അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഡിസ്ചാർജ് ഉണ്ടായിട്ട് ചില ചിപ്പൊക്കെ അപ്പം കേടാവാൻ അല്ലെങ്കിൽ ഉപയോഗശൂന്യമാവാറുണ്ട്. അതിന് പക്ഷേ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഒത്തിരി കൂട്ടാനും പറ്റത്തില്ല. കാരണം അതിനകത്തിലെ കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾഡറിങ്, അതുപോലത്തെ വേറെ സർക്യൂട്ട് ബോർഡുകളും അതുമൊക്കെ ആയി കോംപ്ലിക്കേറ്റ് ആയിട്ടുണ്ട്. അതിനകത്തിലെ വെള്ളത്തിന്റെ അംശം ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഈ സ്ഥാനത്തൊക്കെ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് പ്രിസിഷൻ ആയിട്ട് കൺട്രോൾ ചെയ്യും. അതിന് പറയുന്നത് പ്രിസിഷൻ കൺട്രോൾ യൂണിറ്റ് എന്ന്. ഈ കമ്പ്യൂട്ടർ ആണെങ്കിൽ നമുക്ക് കേൾക്കാം CR ക്രാക്ക് യൂണിറ്റ്, കമ്പ്യൂട്ടർ റൂം എയർ കണ്ടീഷൻ എന്നാണ് പറയുന്നത്. അതിനകത്തില് ടെമ്പറേച്ചറും അതായത് ഹ്യൂമിഡിറ്റിയും അതെല്ലാം പ്രിസിഷനായിട്ട് കൺട്രോൾ ചെയ്ത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നോർമൽ കേസിൽ നമുക്ക് ഹ്യൂമിഡിറ്റി 50%, 50% റിലേറ്റീവ്. 40 മുതൽ 50 എന്ന് പറഞ്ഞാൽ 50 നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇത് കറക്റ്റ് ആയിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ 40 to 60%. പിന്നെ നമ്മൾ ഹ്യൂമിഡിഫയർ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എയർ നമ്മൾ പറഞ്ഞു തണുക്കുന്ന പറഞ്ഞ അല്ലെങ്കിൽ തണുപ്പിക്കുന്ന പറഞ്ഞ ബാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മോയ്സ്ചർ കണ്ടന്റ് ഇല്ല. ഈ മോയ്സ്ചർ കണ്ടന്റ് എന്ത് ചെയ്യും, അത് ഡ്യൂ പോയിന്റ് എന്ന് പറയും. ഡ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി. അത് ഡ്യൂ പോയിന്റിന്റെ കുറെ താഴെ വന്നു കഴിഞ്ഞാൽ അത് സ്വെറ്റിംഗ് ഉണ്ട്, അത് പ്രിസിപ്പിറ്റേഷൻ ഉണ്ട്. അപ്പൊ അത് വെള്ളമായിട്ട് അങ്ങനെ വരുന്നുണ്ടെ ഈ സെയിം നമ്മളൊരു പർട്ടിക്കുലർ വോളിയത്തിന്റെ എടുക്കും, ഈ സെയിമിനകത്ത് മോയ്സ്ചറിന്റെ ക്വാണ്ടിറ്റി അപ്പം കുറയും. അങ്ങനെ വരുന്നുണ്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് നമുക്ക് പിന്നെ ഔട്ട്ലെറ്റ് വരുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീറ്റിംഗ് പ്രോസസ് അല്ലെങ്കിൽ വരുന്നുണ്ട് അതിന്റെ ടെമ്പറേച്ചർ കുറയുന്നു അല്ലെങ്കിൽ അതിനകത്ത് ഈ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി അത് വേരി ചെയ്യുന്നു. എക്സാമ്പിൾ നമ്മൾ കണ്ടിട്ടില്ല, മനസ്സിലാവുന്ന രീതിയിൽ തന്നെ നമ്മൾ വാട്ടർ ഹീറ്റർ നമ്മൾ ചിലപ്പം ചെറുതായിട്ട് ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് ഇറിറ്റേഷൻ അല്ലെങ്കിൽ ത്രോട്ട് ഇൻഫെക്ഷൻ വരും. അപ്പൊ നമ്മൾ പറയത്തില്ല ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം വെച്ചാൽ മതി. ഈ വെള്ളം വെക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ടെമ്പറേച്ചർ കൂടുന്നുണ്ടെങ്കിൽ അതിന്റെ മോയ്സ്ചർ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ചേഞ്ച് ആണ്. അപ്പൊ അത് ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പാത്രത്തിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തണുത്ത എയർ അതുപോലെ തന്നെ ഈക്വൽ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അതിന്റെ ഹ്യൂമിഡിറ്റി ലെവലും മെയിൻറ്റെയിൻ ചെയ്യാൻ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ബിഫോർ വി റാപ്പ് അപ്പ്, സർക്ക് നമ്മളുടെ വ്യൂവേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ലൈക്ക് ഈ ഒരു ജനറേഷനിൽ എല്ലാവർക്കും ഉള്ളൊരു ധാരണയാണ് ഇലക്ട്രിക്കലിനൊന്നും അത്ര സ്കോപ്പ് ഇല്ല, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലൊന്നും അത്രത്തോളം നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ സാറിന്റെ ഒരു ഇത്രയും കാലം എക്സ്പീരിയൻസ് വെച്ചിട്ട്
ഇലക്ട്രിക്കൽ ആ ഒരു ഈ ഒരു MEP ഫീൽഡിലുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? ബേസിക്കലി പറയുകയാണെങ്കിൽ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡ് എവിടെ ഉണ്ടോ അവിടെ ഈ MEP സർവീസിന് ബേസിക് ആയിട്ട് സർവീസ് റിക്വയർ വേണം, മസ്റ്റ് ആണ്. ഞാൻ 1987 പാസ് ഔട്ടായത്. ആ സമയത്ത് കമ്പയർഡ് ടു ഇവിടെ നമ്മുടെ ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇത്ര ഉണ്ടായിരുന്നില്ല. ഗൾഫ് കൺട്രിയിൽ ഞാൻ അഡ്വർടൈസ്മെന്റ് ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നു. MEP HVAC എഞ്ചിനീയേഴ്സ് ഫ്രീക്വന്റ് ആയിട്ട് കണ്ടു. അപ്പൊ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു HVAC ഒക്കെ അത് പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നുള്ളത്. കാരണം നമുക്ക് അഡ്വർടൈസ്മെന്റ് അനുസരിച്ച് ബോംബെ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നേരം ഈ വെളിയിൽ പോകണമെന്നുള്ള ആഗ്രഹം HVAC എഞ്ചിനീയേഴ്സ്. അപ്പോൾ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ HVAC എഞ്ചിനീയർ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഫസ്റ്റ് ആണ്. കാരണം അവർക്ക് HVAC ഇല്ലാതെ ഒരു ബിൽഡിങ് പെർഫെക്റ്റ് ആകത്തില്ല, അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ സ്കോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയേഴ്സിന്റെ സ്കോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കൺസൾട്ടന്റിന്റെ ഫീൽഡ് എടുക്കുകയാണെങ്കിൽ അവര് ഡിസൈൻ ചെയ്യുന്നു, മനസ്സിലായി. ഇപ്പം നമുക്ക് ഇപ്പം ഡിസൈൻ ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഡിസൈൻ ഫീൽഡിലോട്ട് പോകാൻ പറ്റും. കൺസൾട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇലക്ട്രിക്കൽ കൺസൾട്ടന്റ് ഉണ്ട്, മെക്കാനിക്കൽ കൺസൾട്ടന്റ് ഉണ്ട്, പ്ലംബിംഗ് കൺസൾട്ടന്റ് ഉണ്ട്. അപ്പൊ ഇവർക്കെല്ലാം ഒരു ഡിസൈൻ ഫേസ് നേരത്തെ പറഞ്ഞിട്ട് ആർക്കിടെക്ചർ ബിൽഡിങ് അവര് ഒരു ശരിയാക്കുന്ന ഒരു ലേഔട്ട് കൊടുക്കത്തേ ഉള്ളൂ. പിന്നെ കൺസൾട്ടന്റ് ജോലിയാണ് ഡക്ട് ഏത് വഴി പോകണം, പൈപ്പ് ഏത് വഴി പോകണം, കേബിൾ ഏത് വഴി പോകണം, എവിടെ ട്രാൻസ്ഫോമർ ലൊക്കേറ്റ് ചെയ്യണം, എവിടെ ചില്ലർ ലൊക്കേറ്റ് ചെയ്യണം, ഇതെല്ലാം അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് ഈ കൺസൾട്ടന്റിന്റെ ഇതാണ്. അപ്പൊ നമുക്ക് കൺസൾട്ടന്റിന്റെ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ ഇലക്ട്രിക്കലുകാർക്കോ അല്ലെങ്കിൽ പ്ലംബിംഗ് ബേസിക്കലി മെക്കാനിക്കൽ ആൾക്കാർ തന്നെ ചെയ്യുന്നത് എന്ന് കഴിഞ്ഞാൽ അവർക്ക് കൺസൾട്ടന്റ് ഫീൽഡ് അങ്ങനെ സ്കോപ്പ് ഉണ്ട്. പിന്നെ ഈ കൺസൾട്ടന്റ് തന്നെ ഡിസൈൻ മാത്രമല്ല, അവര് വർക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് സൂപ്പർവൈസ് ചെയ്യണം. കാരണം അവർ തന്നിരിക്കുന്ന പാരാമീറ്റർ വെച്ച് അവർ സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോഴെന്ത് പറ്റും, അങ്ങനത്തെ സമയത്ത് ഈ കൺസൾട്ടന്റ് അവിടെ തന്നെ സൈറ്റ് എഞ്ചിനീയേഴ്സ്, സൈറ്റ് സൂപ്പർവൈസേഴ്സ്, സൈറ്റ് എഞ്ചിനീയേഴ്സ് ആയിട്ട് നമുക്ക് പ്രോജക്ട് എഞ്ചിനീയേഴ്സ് ആയിട്ട് അവർക്ക് സ്കോപ്പ് അതിനകത്തുണ്ട്. ഓക്കെ. പിന്നെ ഈ പ്രോജക്റ്റ് സാധാരണ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രോജക്ട് മാനേജേഴ്സ് അവർ തന്നെ ചിലപ്പോൾ കൺസൾട്ടൻസി വേണം, അല്ലെങ്കിൽ മാനേജ് ചെയ്തിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് ആയിട്ട് ക്ലയന്റുമായിട്ട് ഇന്ററാക്ഷൻ കാണും. എന്നിട്ട് അവർ വേറെ മെയിൻ കോൺട്രാക്ടർ അല്ലെങ്കിൽ സബ് കോൺട്രാക്ടർ, മെയിൻ കോൺട്രാക്ടർ, സിവിൽ കോൺട്രാക്ടർ അല്ലെങ്കിൽ MEP കോൺട്രാക്ടർ ചിലപ്പോൾ സെപ്പറേറ്റ് കാണും, അവരുമായിട്ട് ഇന്ററാക്ഷൻ കാണും. ഈ പ്രോജക്റ്റ് കോസ്റ്റ് എഞ്ചിനീയർ ഇവരൊക്കെ ഒരു പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ എത്ര കോസ്റ്റ് ആവുമെന്ന് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം, മനസ്സിലായി. അപ്പൊ ചിലപ്പോൾ വലിയ പ്രോജക്റ്റ് ആണെങ്കിൽ ഈ പ്രോജക്റ്റിന്റെ തന്നെ സെപ്പറേറ്റ് ക്വാണ്ടിറ്റി സർവേസ് കാണും. കാരണം സൈറ്റിൽ എന്ത് വർക്ക് നടക്കുന്നു അത് ചെയ്യണം. അതിന്റെ അനുസരിച്ച് ഈ ബില്ല് കോൺട്രാക്ടേഴ്സിന് പൈസ അല്ലെങ്കിൽ പേയ്മെന്റ് കൊടുക്കണം. അതെല്ലാം നമുക്ക് അപ് ടു ഡേറ്റ് ആയിരിക്കും. ആ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് QS പേയ്മെന്റ് ആണ്. ഈ QS പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ അവര് സിവിൽ വർക്ക് ആണെങ്കിലും മെക്കാനിക്കൽ ആണെങ്കിലും ഇലക്ട്രിക്കൽ ആണെങ്കിലും അവര് സൈറ്റിൽ പോയിട്ട് ക്വാണ്ടിറ്റി എടുത്തിട്ട് എങ്ങനെ ഇത്ര വർക്ക് നടന്നു, ഇത്ര വർക്ക് കംപ്ലീറ്റ് ആയി, അതിന്റെ അനുസരിച്ച് പേയ്മെന്റ് സർട്ടിഫൈ ചെയ്യും. അപ്പൊ അത് QSലോട്ട് പോവുകയാണെങ്കിൽ ഇക്കാർക്ക് സ്കോപ്പ് ഉണ്ട്. പിന്നെ നമ്മൾ കോൺട്രാക്ടേഴ്സ് വരികയാണെങ്കിൽ കോൺട്രാക്ടേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്നുണ്ട് മെക്കാനിക്കലുണ്ട്, ഇലക്ട്രിക്കലുണ്ട്, പ്ലംബിംഗ് ഉണ്ട്. നമ്മൾ വർക്ക് എക്സിക്യൂട്ട് ചെയ്ത് കൺസൾട്ടന്റ് ഒരു ഡ്രോയിങ് തരുന്നു. അത് പ്രകാരം നമ്മൾ ഷോപ്പ് ഡ്രോയിങ് എന്ന് വെച്ചാൽ ഇൻസ്റ്റലേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ള ഡ്രോയിങ് ഉണ്ട്. അത് പ്രകാരം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. അപ്പം സൈറ്റിൽ പോലുള്ള സൈറ്റ് എഞ്ചിനീയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അത് പ്രൊമോട്ടായി പ്രോജക്ട് മാനേജർ ആവും, പ്രോജക്ട് എഞ്ചിനീയർ ആവും, പ്രോജക്ട് മാനേജർ ആവും. സൈറ്റ് എഞ്ചിനീയർ ചിലപ്പോൾ 4 സൈറ്റ് ചെറിയ സൈറ്റാണ് നോക്കാം. പ്രോജക്ട് എഞ്ചിനീയർ ആണെങ്കിൽ ചിലപ്പോൾ വലിയ പ്രോജക്റ്റ് ആണെങ്കിൽ ആ പ്രോജക്റ്റ് ആ സെക്ഷൻ മാത്രം നോക്കുന്നതായിരിക്കാം. പ്രോജക്ട് മാനേജേഴ്സ് അതിനകത്ത് ചിലപ്പം മാനേജേഴ്സ് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് എല്ലാം ചിലപ്പം നോക്കേണ്ടിയോ എല്ലാം അദ്ദേഹത്തിന്റെ കീഴിലാണ് വരുന്നത്. പ്രോജക്ട് മാനേജേഴ്സ് ആവാം. അപ്പോഴങ്ങനെ ഈ കോൺട്രാക്ടേഴ്സിന്റെ അടുത്ത് പ്രോജക്റ്റ് വൈസ് ആയിട്ട് ഒരു സ്കോപ്പ് ഉണ്ട്. പിന്നെ കോൺട്രാക്ട്സ് ഉണ്ട്. അതായത് കോൺട്രാക്ട് നമ്മൾ ടെൻഡർ പ്രോജക്ട് വലിയ പ്രോജക്റ്റുകളാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ടെൻഡറിങ് ടീം തന്നെ ഉണ്ട്. ആ ടെൻഡറിങ് ടീം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കൺസൾട്ടന്റിൽ നിന്ന് അല്ലെങ്കിൽ പ്രോജക്ട് QS ഫേമിൽ നിന്ന് പ്രോജക്ട് മാനേജേഴ്സിൽ നിന്ന് ഈ
ടെൻഡർ ഡോക്യുമെന്റ് എല്ലാം കളക്ട് ചെയ്തിട്ട് അവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ടെൻഡർ മാത്രം പ്രിപ്പയർ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക, പിന്നെയും ടെൻഡർ ചെയ്യുക. സെപ്പറേറ്റ് ഡിവിഷനായി ആ ഫീൽഡിലാണ് കോൺട്രാക്ടേഴ്സ് ആണെങ്കിൽ യുഎസ് ആയിട്ട് പോകാൻ പറ്റും. സൈറ്റ് എഞ്ചിനീയർ ഇപ്പം നമ്മൾ ചെയ്യുകയാണെങ്കിൽ സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് പോകാൻ പറ്റും, ക്വാണ്ടിറ്റി സർട്ടിഫിക്കറ്റ് ആയിട്ട് പോകാൻ പറ്റും. അത് മാത്രമല്ല നമുക്ക് സെപ്പറേറ്റ് ചില വലിയ വലിയ ഫേമിൽ നമുക്ക് ഈ യുഎസ് തന്നെ നമ്മൾ സബ്മിഷൻ മെറ്റീരിയൽ സബ്മിറ്റ് ചെയ്യുന്നുണ്ട് ഏതാണെന്നൊക്കെ ഉള്ളത് അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ മന്ത്ലി പേയ്മെന്റ് അല്ലെങ്കിൽ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം കൊടുക്കേണ്ടി വരും, നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നുള്ളത് അതിനകത്ത് അത് യൂസ് ചെയ്യും. പിന്നെ വേരിയേഷൻ നമ്മൾ കൺസൾട്ടന്റ് പറയും ഓക്കെ ഇത് കറക്റ്റ് അല്ല, അല്ലെങ്കിൽ ക്ലയന്റിന് വേറെ ഒരു ഐറ്റം വേണം, അല്ലെങ്കിൽ വേറെ ഒരു എക്യുപ്മെന്റ് വേണം പറഞ്ഞു കഴിഞ്ഞാൽ മാറിയെങ്കിൽ അത് വേരിയേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ അതിന് നമ്മൾ പ്രൈസ് ചെയ്തിരിക്കുന്നതും ഇതുമായിട്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് പൈസ അഡീഷണൽ കിട്ടണമെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ ആ രീതിയിൽ യുഎസ് ആയിട്ട് സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് പ്രോജക്ട് എഞ്ചിനീയർ, പ്രോജക്ട് മാനേജർ എല്ലാമായിട്ടും ഈ കോൺട്രാക്ടർ പോയി കഴിഞ്ഞാൽ സ്കോപ്പ് ഉണ്ട്. പൊതുവെ കൺസൾട്ടൻസി ആയിട്ട് കമ്പയർ ചെയ്യുന്നതിന് അതിന്റെ ആ വർക്ക് പൊതുവെ ഈസി ആയിരിക്കും. അതായത് നമുക്ക് ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്താൽ മതി, അതായത് പിന്നെ സൈറ്റ് നോക്കിയാൽ മതി. പക്ഷെ കോൺട്രാക്ടേഴ്സ് അങ്ങനെയല്ല, സാധാരണ ഇച്ചിരി ബിസിയുള്ള വർക്കായിരിക്കും. ഈ സബ്മിഷനും അതും ഇതും ഒക്കെ വന്ന് അവർക്ക് ഇച്ചിരി ബിസി ആയിട്ടുള്ള ഇതായിരിക്കും. പക്ഷെ കൺസൾട്ടന്റ് സൈഡില് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാനേജർ ആ ലെവലിൽ ഗ്രോത്ത് ഉണ്ട്. പക്ഷെ കോൺട്രാക്ടർ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് കമ്പയർഡ് ടു കൺസൾട്ടന്റ് കോൺട്രാക്ടേഴ്സ് കൂടുതലായിട്ട് ഗ്രോത്ത് കൂടുതലായിരിക്കും. പിന്നെ നമുക്ക് ജോബ് അവൈലബിലിറ്റി അത് കൂടുതലായിരിക്കും. ഇത്രയും രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ വേറെ ഒരെണ്ണം, ചില ഫീൽഡ് നമുക്കിപ്പം എക്യുപ്മെന്റ് വന്നു സെയിൽസ് എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ഇച്ചിരി സെയിൽസ് ഫീൽഡാണ്, നല്ല നല്ല ഫേമിലൊക്കെ സെയിൽസ് ടീമാണ് ഇതാകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കൺസൾട്ടന്റ് ഏത് എക്യുപ്മെന്റ് സെലക്ട് ചെയ്തോ അതിന്റെ അനുസരിച്ച് നമുക്ക് സെയിൽസ് ബേസിക്കലി അത് ആളിന്റെ അതും സ്കോപ്പ് കൂടുതലാണ്. പക്ഷെ പൊതുവെ കമ്പാരിറ്റീവ് ആയിട്ട് ഈ സാലറി പാക്കേജ് വൈസ് ആയിട്ട് ഈ സെയിൽസ് പീപ്പിൾ മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുന്നത് കുറവായിരിക്കും. കാരണം അവൈലബിലിറ്റി കൂടുതലായിട്ട് അതിന്റെ പ്രൈസ് കുറഞ്ഞിരിക്കും. അത് ഒരു ബേസിക് ആയിട്ട്. പിന്നെ നല്ല നല്ല ഫേം ആണെങ്കിൽ അത് പ്രശ്നമില്ല. അതുകൊണ്ട് MEP നമ്മൾ പറയുന്നില്ല, മിഡിൽ ഈസ്റ്റ് ഒക്കെ ഇപ്പോഴും അത് ഓരോ വർക്കുകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. MEPക്ക് എപ്പോഴും നല്ല സ്കോപ്പാണ്. അത് നിങ്ങൾ ആ ഫീൽഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ വാസ്റ്റ് ആയിട്ട് ഉള്ള ഇതുണ്ട്. പിന്നെ നമ്മുടെ റിക്വയർമെന്റ്, നമ്മുടെ എന്തോ അഭികാമ്യം, നമ്മൾ ഏതാ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഫീൽഡ് എടുത്തിട്ട് നമ്മൾ ആ പാർട്ടി കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് സക്സസ് ഉണ്ടാകത്തുള്ളൂ. വേറൊരു കാര്യം കൂടെ, കൺസൾട്ടന്റ് ഫീൽഡിൽ വന്നിട്ട് ഈ കോൺട്രാക്ടർ ഫീൽഡിലോട്ട് സ്വിച്ച് ഓവർ ചെയ്യുന്ന ആൾക്കാരുണ്ട് 2-3 വർഷം കഴിഞ്ഞിട്ട്. അതുപോലെ തന്നെ കോൺട്രാക്ടേഴ്സിന്റെ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ട് പിന്നെ കൺസൾട്ടന്റ് ഫേമിൽ അല്ലെങ്കിൽ യുഎസ് ഫേമിലൊക്കെ സ്വിച്ച് ഓവർ നമുക്ക് ചെയ്യുന്ന കേസുകളും ഉണ്ട്. ഓക്കെ സാർ, താങ്ക് യു. ഈ ഒരു ചെറിയ സമയത്ത് തന്നെ സാർ ഒരുപാട് ഇൻഫർമേഷൻസ് ഞങ്ങൾക്കും വ്യൂവേഴ്സിനും വേണ്ടിയിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. അതേപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരുപാട് കാര്യം, നമ്മളുടെ പൊതുവേ നമുക്കുള്ള ധാരണകളിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. സാറിന്റെ എക്സ്പീരിയൻസിൽ നിന്ന്, പേഴ്സണൽ ജേർണിയിൽ നിന്നും ഞങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ. സോ വൺസ് അഗെയിൻ താങ്ക് യു ഫോർ ദ ഫാസിനേറ്റിംഗ് ഡിസ്കഷൻ, ആൻഡ് ഓൾസോ വി ലുക്ക് ഫോർവേഡ് യു ടു ഹാവിംഗ് അഗെയിൻ ഇൻ ദ ഫ്യൂച്ചർ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്.